ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകപൃച്ഛാമിത്തം ധർമ്മസ്മൂഢചേതക ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ചാതിമാം തം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. നമ്മൾ 4-ാം അധ്യായം വരെ ചിന്തിച്ചതാണ്. ഇനി 5-ാമത്തെ അധ്യായം സന്യാസയോഗം എന്നാണ് പറയുക. കഴിഞ്ഞ അധ്യായത്തിൻ്റെ പേര് ജ്ഞാനകർമ്മ സന്യാസയോഗമായിരുന്നു. ജ്ഞാനം ആത്മബോധത്തോടുകൂടി ആത്മജ്ഞാനത്തോടുകൂടി വേണം കർമ്മം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സന്യാസത്തെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. നൈഷ്കർമ്മം സന്യാസമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും സന്യാസയോഗം പൂർണ്ണമായിട്ട് അതിൽ കഴിഞ്ഞ അധ്യായത്തിൽ പറയാത്തത് കൊണ്ട് അർജുനൻ ആദ്യമേ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് എന്താണ് സന്യാസം എന്ന് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അതാണ് സന്യാസ യോഗം. 5ഉം 6ഉം അധ്യായം ദേഹബോധത്തെ വിട്ട് ദേഹിബോധത്തിലേക്ക് എത്തണം എന്ന് സൂചിപ്പിക്കുന്നതാണ്. അപ്പോഴാണ് ആത്മബോധമുണ്ടാകുക. അപ്പം ജ്ഞാനകർമ്മം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആത്മബോധത്തോടു കൂടി വേണം പ്രവർത്തിക്കാൻ. ആ സത്യം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഈ 5ഉം 6ഉം അധ്യായം. എന്താണ് സത്യം? സത്യസ്യ സത്യം സത്യം പരം ധീമഹി എന്നൊക്കെ ഭാഗവതം പറയുന്നത്. ആ സത്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് 5ഉം 6ഉം അധ്യായം പറയുന്നത്. ഇവിടെ സന്യാസം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഇല്ലേ ആത്മബോധത്തിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പരമമായ ശാന്തി ആത്മസ്ഥിതമാണ്. അതുകൊണ്ട് ആത്മാവിനെ എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ശാശ്വതമായ ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ സാധിക്കൂ. ആത്മാവ് എന്ന് പറഞ്ഞാൽ പോലും അത് ശാന്തി സ്വരൂപമാണ്, ജ്ഞാനമയമാണ്. അതുകൊണ്ട് ആ ജ്ഞാനത്തിലേക്ക് എത്തണമെങ്കിൽ, അതായത് ദേഹത്തെ പോലും മറന്നിട്ട് ദേഹബോധത്തെ പോലും ഉപേക്ഷിച്ചിട്ട് ഭൗതികമായിട്ടുള്ള എല്ലാം വിട്ടിട്ട് ശരീരബോധവും കൂടെ വിട്ടിട്ട് ആത്മബോധത്തിൽ മാത്രം ഇരിക്കുന്നതിനെയാണ് സന്യാസം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സന്യാസം എന്ന് പറയുന്നത് ഒരു ദീക്ഷ എടുത്തിട്ട് വേഷം മാറി കാവ്യവസ്ത്രം കൊടുത്തൊരു ആശ്രമത്തിൽ പോയി ചേരുന്നതാണ് സന്യാസം എന്ന് ധരിച്ചു വെച്ചേക്കണം. അങ്ങനെ ഒരു വേഷം കെട്ടൽ നടത്തിയാൽ പോലും ഈ ദേഹബോധത്തെ വിട്ട് ദേഹിബോധത്തിലേക്ക് എത്താത്ത സന്യാസിക്ക് ആത്മസാക്ഷാത്കാരം ഒരിക്കലും സാധിക്കുന്നതല്ല. അപ്പൊ യഥാർത്ഥ സന്യാസം എന്ന് പറയുന്നത് ദേഹബോധത്തെ വിട്ട് ദേഹിബോധത്തിൽ ഇരിക്കുന്നതാണ്. സകലത്തും നസിക്കുക എന്ന് പറയുന്നതാണ് സന്യാസം. സംന്യാസം എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായിട്ടുള്ളത് സകലത്തിനെയും നസിക്കുക അഥവാ ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കാൻ നമുക്ക് സാധ്യമല്ല, പക്ഷെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യണം. ഇതൊന്നും നമ്മുടെ അല്ല, നമ്മുടേതല്ലാത്തത് പിന്നെ നമ്മളെങ്ങനെ ഉപേക്ഷിക്കും? എൻ്റെ ശരീരം, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ നാക്ക് എന്ന് പറയുമ്പം ഇതൊക്കെ എൻ്റെ ആണോ? എൻ്റെ ആണെന്ന് പുറത്ത് പറയാം, പക്ഷെ എൻ്റേതല്ല എന്നുള്ള ബോധത്തിൽ ഇരിക്കുന്നതാണ് സന്യാസം. അതുകൊണ്ട് അർജുനൻ ആദ്യം തന്നെ ഒരു ചോദ്യം ഭഗവാനോട് ചോദിക്കുന്നത്, കർമ്മയോഗത്തെയും കർമ്മസന്യാസത്തെയും കുറിച്ച് പ്രശംസാരൂപേണ ഭഗവാൻ ഇതുവരെ പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ അർജുന് പിന്നെയും സംശയം. ആ സംശയം ദൂരീകരിച്ചുകൊണ്ട് പ്രബുദ്ധമായ ആത്മാവിൻ്റെയും സമദർശികളുടെയും ജീവമുക്തന്മാരുടെയും വിവരണം ഈ അധ്യായത്തിൽ നൽകിയിരിക്കുന്നു. ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? ജീവനമുക്തി, അതായത് നമ്മൾ ഈ ശരീര സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിച്ചിട്ട് ആത്മരാമനായിക്കൊണ്ട് ആത്മരതിയിലിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ജീവനമുക്തി എന്ന് പറയുന്നത്. ഈ ഒരു ലെവലിൽ എത്തിയാൽ, ആത്മബോധം സ്ഥിരമായിട്ട് നിൽക്കാൻ തുടങ്ങിയാൽ പിന്നെയാണ് ജീവിതം അനായാസമായി തീരുന്നത്. പിന്നെ ഒന്നിലും ബന്ധമുണ്ടാവില്ല എന്നർത്ഥം. അഥവാ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്താലും അതൊന്നും ബന്ധകാരണമായി തീരില്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് അർജുന് പിന്നെയുണ്ടായ സംശയം എന്താണ്? അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനഃയോഗം സംസസി യശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. അർജുനൻ പറഞ്ഞു,
ഹേ കൃഷ്ണ, കർമ്മണാം സന്യാസം, കർമ്മണാം സന്യാസം, കർമ്മങ്ങളുടെ പരിത്യാഗത്തെയും പുനഃയോഗം ച ശംസസി, പിന്നെ കർമ്മയോഗത്തെയും അങ്ങ് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു. ഏതയോ യത് ശ്രേയ, ഇവയിൽ ഏതാണ് അധികം ശ്രേയസ്കരം? തത് ഏകം സുനിശ്ചിതം, ആ ഒന്ന് സുനിശ്ചിതമായിട്ട് മേ ബ്രൂഹി, എനിക്ക് പറഞ്ഞു തന്നാലും. അതായത് കർമ്മങ്ങളുടെ പരിത്യാഗത്തെയും, അതാണ് സന്യാസം എന്നുദ്ദേശിച്ചത്, കർമ്മങ്ങളുടെ പരിത്യാഗത്തെയും പിന്നെ കർമ്മയോഗത്തെയും അങ്ങ് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു. ഇവയിൽ അധികം ശ്രേയസ്കരം ഏതാണ്? അതായത് കർമ്മങ്ങളുടെ പരിത്യാഗമാണോ ശ്രേയസ്, അതോ കർമ്മയോഗത്തെയാണോ ഉദ്ദേശിക്കുന്നത്? ഇതിലേതാണ് ശ്രേയസ്കരം? മുഴുവൻ കർമ്മങ്ങളുടെയും പരിത്യജിക്കുന്നതാണോ ശ്രേയസ്കരം, അതെയോ കർമ്മയോഗം എന്നുദ്ദേശിക്കുന്നത് എന്താണ്? ഇതിലേതാണ് അധികം? അതായത് കർമ്മം ചെയ്യുന്നതാണോ കർമ്മം ചെയ്യാതിരിക്കുന്നതല്ല ഉപേക്ഷിക്കുന്നതാണോ ശ്രേയസ്കരം? ഇതിലേതാണ് എനിക്ക് ശ്രേയസ്കരം എന്ന് അത് നിശ്ചയിച്ച് അത് മാത്രം പറഞ്ഞു തരൂ എന്നാണ് അർജുനൻ ആവശ്യപ്പെടുന്നത്. സന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മ പരിത്യാഗമാണോ? അതിനെയും പ്രശംസിച്ചു. എന്നാൽ കർമ്മം ചെയ്യണമെന്നും പറഞ്ഞു, കർമ്മയോഗത്തെ അനുസരിക്കണമെന്ന് പറഞ്ഞു. പൂർവികരായിട്ട് മുമുക്ഷുക്കൾ ചെയ്തത് എന്താണോ യദ്യതാചരതി ശ്രേഷ്ഠ തദ്ദേവതാരോചന എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് പൂർവികർ സ്വീകരിച്ച അതേ മാർഗം സ്വീകരിക്കാം. ജ്ഞാനമാണ് ശ്രേഷ്ഠമെന്ന് പറഞ്ഞു. ആ ജ്ഞാനം ലഭിക്കണമെങ്കിൽ പോലും ശ്രദ്ധയോടെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ജ്ഞാനം ലഭിച്ചാൽ മാത്രമേ ശാന്തി കിട്ടൂ എന്ന് പറഞ്ഞു. അപ്പം കർമ്മം എന്തിനാ? അപ്പൊ കർമ്മയോഗമാണോ ശ്രേഷ്ഠം, കർമ്മത്തിന്റെ പരിത്യാഗമാണോ ശ്രേഷ്ഠം? അല്ലയോ കൃഷ്ണ, അങ്ങ് കർമ്മങ്ങളുടെ പരിത്യാഗത്തെയും പിന്നീട് കർമ്മയോഗത്തെയും പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിലേതാണോ അധികം ശ്രേയസ്കരം അത് നല്ലവണ്ണം നിശ്ചയിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും എന്നാണ് അർജുനൻ ആവശ്യപ്പെടുന്നത്. ഭഗവാനെയാണ് അങ്ങോട്ട് പന്ത് ഭഗവാന്റെ കോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക, അങ്ങ് നിശ്ചയിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറയാം. ഇതാണ് ഒരു ജിജ്ഞാസു. സംശയം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരം ക്ലിയർ കട്ടായിട്ട് കിട്ടണം, അല്ലാതെ പിന്നെയും കൺഫ്യൂഷൻ ആക്കരുത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ശ്രീ ഭഗവാന് വാച സന്യാസ കർമ്മയോഗസ്യ നിശ്രേയസകരാപൗ തയോസ്സു കർമ്മസന്യാസർ കർമ്മയോഗോ വിശിഷ്യതേ. ഭഗവാൻ പറഞ്ഞു, സന്യാസ കർമ്മയോഗസ്യ ഉഭൗ നിശ്രേയസ്കരവും കരൗ തയോ തു കർമ്മസന്യാസാൽ കർമ്മയോഗോ വിശിഷ്യതേ. സന്യാസവും കർമ്മയോഗവും, സന്യാസ കർമ്മയോഗജ എന്ന് പറഞ്ഞാൽ സന്യാസവും കർമ്മയോഗവും, ഉഭൗ നിശ്രേയകരൗ, രണ്ടും മോക്ഷപ്രദമാണ്. ഉഭൗനി ശ്രേയകരൗ, രണ്ടും മോക്ഷപ്രദമാണ്. തയോതു എന്നാൽ അവയിൽ വെച്ച്, കർമ്മസന്യാസത്തെക്കാൾ കർമ്മയോഗം വിശിഷ്യതേ, കർമ്മയോഗം വിശിഷ്ടമാകുന്നു. സന്യാസവും കർമ്മയോഗവും രണ്ടും മോക്ഷപ്രദമാണ്. എന്നാൽ അവയിൽ കർമ്മസന്യാസത്തെക്കാൾ വിശിഷ്ടം കർമ്മയോഗം തന്നെയാണ് അർത്ഥം. ഏതാ ശ്രേയസ് എന്ന് ചോദിച്ചു, ഒറ്റ ഉത്തരത്തിൽ ഒറ്റ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ ഏതാണ് ശ്രേയസ്കരം എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം കൊടുത്തു കഴിഞ്ഞു. രണ്ടും മോക്ഷപ്രദമാണ്. അതായത് കർമ്മസന്യാസവും കർമ്മയോഗവും വിശിഷ്ടമാണ്. എന്നാൽ അതിലേറ്റവും ശ്രേയസ്കരം എന്താ? കർമ്മസന്യാസത്തെക്കാൾ കർമ്മം ചെയ്യാതിരിക്കുന്ന, അഥവാ കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതിലും നല്ലത് വിശിഷ്ടം കർമ്മയോഗം തന്നെയാണ്. കർമ്മയോഗം കൊണ്ടേ, കർമ്മം കൊണ്ടേ കർമ്മശുദ്ധി വരുത്താൻ സാധിക്കൂ എന്നർത്ഥം. അതിനാണല്ലോ നമ്മൾ ഭൂമിയിലേക്ക് വന്ന് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പരലോകത്ത് നിന്ന് ഭൂമിയിൽ പോയാലേ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയറൻസ് കിട്ടുള്ളൂ എന്ന് പറയാനും കാരണം ശരീരത്തോടു കൂടി ഭൂമിയിൽ വരണത് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജനിച്ചാൽ മരണം വരെ അനങ്ങാതിരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അത് പ്രകൃതിയുടെ നിയമമാണ്. ആ പ്രകൃതിയെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നോളൂ, അതിനെ ഉപേക്ഷിക്കാനൊരു സാധ്യവുമല്ല.
പ്രകൃതിയാൽ നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അഥവാ നിഷേധിച്ചാൽ അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഓൺ ദി സ്പോട്ടിൽ കിട്ടും, കാത്തിരിക്കൊന്നും വേണ്ട. അപ്പം എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നതിൽ നല്ല എന്തെങ്കിലും ചെയ്യുന്നതാണെന്ന് ഇതിനു മുമ്പേ പറഞ്ഞു. സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാൻ. അപ്പം കർമ്മയോഗം തന്നെയാണ് നമ്മുടെ യോഗം, അതാണ് നമ്മുടെ ധർമ്മം. ജനിച്ചാൽ മരണം വരെ അനങ്ങാതിരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. പ്രകൃതി അതിന് സമ്മതിക്കില്ല. അതുകൊണ്ട് അറിയാതെ പ്രകൃതി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളും. അത് നമ്മുടെ ശരീരത്തായാലും പുറത്തായാലും പ്രപഞ്ചത്തിലും സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങളൊക്കെ അത് അതേപടി പ്രകൃതിയുടെ ഗുണങ്ങളെ കൊണ്ട് പ്രവർത്തിച്ചോളും. അതിലൊന്നും മനുഷ്യന് ഇന്റർഫെയർ ചെയ്യാൻ സാധ്യമല്ല. അഥവാ ഇന്റർഫെയർ ചെയ്യാൻ ശ്രമിച്ചാൽ അത് മനുഷ്യനെ തന്നെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പൊ എന്തെങ്കിലും ചെയ്യണം, ചെയ്യാതിരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കർമ്മം ചെയ്യുന്നതാണ് കർമ്മശുദ്ധിക്ക് നല്ലത്. അപ്പൊ കർമ്മയോഗം തന്നെയാണ്. അതും കർമ്മയോഗം എന്താന്ന് പറഞ്ഞു, നമുക്ക് ബന്ധനങ്ങൾ പ്രാരാബ്ധങ്ങൾ ഇല്ലാതെ വരണം. കർമ്മശുദ്ധി ആത്മശുദ്ധി നേടണമെങ്കിൽ, അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാക്കണമെങ്കിൽ പൂർവജന്മാർജിതമായിട്ടുള്ള നല്ലതോ ചീത്തയായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ബാക്കി വെച്ചിരിക്കുന്ന പ്രാരാബ്ധങ്ങളെല്ലാം അനുഭവിച്ച് തീർക്കണം. അത് അനുഭവിച്ച് തീർക്കണമെങ്കിൽ കർമ്മം ചെയ്യണം. അനുഭവം ഉണ്ടാകണമെങ്കിൽ കർമ്മം ചെയ്യണമല്ലോ. വെറുതെ തത്വം പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ബയോഡേറ്റ മുഴുവൻ എഴുതിയെടുത്തിട്ട് അതിരുന്ന് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടാകും. നമ്മുടെ ബാലൻസ് ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കുക തന്നെ വേണം. അത് കർമ്മത്തിലൂടെ അല്ലാതെ കർമ്മ ശുദ്ധി വരില്ല. അപ്പൊ കർമ്മയോഗം തന്നെയാ. എന്തിനെയാണോ, ഏതൊരു കർമ്മം കൊണ്ടാണോ നമ്മൾ കർമ്മത്തിൽ ശുദ്ധി വരുത്താൻ പറ്റുന്നത്, ഏത് കർമ്മങ്ങളാണോ ബാക്കിയുള്ളത്, അത് കണ്ടെത്തി അത് കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. ഈശ്വരപ്രാപ്തിക്ക് ഉതകുന്ന കർമ്മങ്ങളെ കണ്ടെത്തി അത് ചെയ്യുന്നതാണ് കർമ്മയോഗം. അല്ലാതെ ഭൗതികമായിട്ട് ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വാർത്ഥതയാൽ നമ്മൾ അതും ഇത് നേടാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടവും അതിനു വേണ്ടിയിട്ടുള്ള അധ്വാനവും അതിനുള്ള പ്രയത്നങ്ങളും അതിനുള്ള പഠിത്തവും അതിനുള്ള തയ്യാറെടുപ്പും എന്തൊക്കെ ചെയ്താലും അതൊന്നും കർമ്മയോഗമല്ല. അതൊക്കെ ഉണ്ടായിട്ട് നശിക്കും. ഏത് സ്ഥാനമാനം കിട്ടിയാലും ശാശ്വതമല്ല, അതൊക്കെ നശിക്കും. ആസുരീ സമ്പത്തിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മയോഗത്തെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മയോഗത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ കർമ്മത്തിലൂടെ അല്ലാതെ കർമ്മശുദ്ധി വരുത്താൻ സാധ്യമല്ല. കർമ്മശുദ്ധി വരാത്തിടത്തോളം കാലം ഈശ്വരപ്രാപ്തിയും സാധ്യമല്ല. നമ്മുടെ ഈശ്വരനുമായിട്ടുള്ള ബന്ധം പോലും കുറേശ്ശെയായിട്ട് ഈശ്വരനുമായിട്ട് അടുക്കാൻ സാധിക്കുന്നത് പോലും നിങ്ങൾ എപ്രകാരം കർമ്മത്തിൽ പ്രാരാബ്ധം ഉള്ളതൊക്കെ തീർത്ത് വരുന്ന അപ്ഗ്രേഡേഷൻ കിട്ടുന്നതനുസരിച്ചായിരിക്കും ഈശ്വരനുമായിട്ടുള്ള അടുപ്പം നിങ്ങൾക്ക് കൂടുക. നിങ്ങൾ ലക്ഷ്യം അത് വെച്ചാൽ മതി, പിന്നെ ഭഗവാൻ നമ്മളെ അങ്ങോട്ട് നടത്തിക്കോളും. ഒരു ചുവട് വച്ചാൽ മതി, ഭഗവാന്റെ അടുത്തേക്ക് തിരിഞ്ഞാൽ മതി, പിന്നെ ഭഗവാൻ നമ്മളെ കൈപിടിച്ച് ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാശ്വത ശാന്തി നികച്ചതി. ഇടയ്ക്ക് നമ്മുടെ സ്വഭാവം കൊണ്ട് ചിലപ്പോൾ ഇട്ടിട്ട് പോരുമൊക്കെ ചെയ്യും. അതൊന്നും കുഴപ്പമില്ല. റൂട്ടിൽ കയറിയാൽ പിന്നെ തിരിഞ്ഞു പോയാലും ചുറ്റി തിരിഞ്ഞാലും പിന്നെ അവിടെ തന്നെ വരും. അതാണ് ഭൂമി ഉരുണ്ടതായതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. എവിടെ പോയാലും വേണ്ടില്ല, തിരിച്ച് അവിടെ തന്നെ വരും. അപ്പം അതുകൊണ്ട് സന്യാസവും കർമ്മയോഗവും രണ്ടും മോക്ഷപ്രദമാണ്. എന്നാൽ അവയിൽ കർമ്മസന്യാസത്തേക്കാൾ ശ്രേഷ്ഠം കർമ്മയോഗം തന്നെയാണ്. ഭഗവാൻ ഇവിടെ കർമ്മസന്യാസത്തെ താഴ്ത്തിപ്പറയുകയാണെന്ന് ധരിക്കേണ്ടതില്ല. കാരണം ചോദ്യകർത്താവായിരിക്കുന്ന അർജുൻ്റെ മനസ്സിൽ കർമ്മസന്യാസം എന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്യാതിരിക്കൽ എന്ന ആശയമാണ് മുന്തി നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും യുദ്ധം ചെയ്യാതിരിക്കാനുള്ള ആ ന്യായീകരണം ഭഗവാനിൽ നിന്ന് കിട്ടുമോന്നാണ് അർജുനൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പം ഏൽപ്പിച്ച കർമ്മം ചെയ്യാതെ ആയുധമൊക്കെ താഴെ വെച്ചിട്ടിരിക്കുക, എന്നിട്ട് ഈ ചോദ്യമൊക്കെ ചോദിക്കണേ. അപ്പം എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള ചിന്തയിലാണ് ഭഗവാനോട് സംസാരിക്കുന്നത്. അപ്പം അവസരം കിട്ടിയപ്പോൾ പ്രയോഗിക്കുക. കർമ്മസന്യാസത്തെ പറ്റി പറഞ്ഞു, അതോടൊപ്പം കർമ്മയോഗത്തെ തന്നെ പറഞ്ഞു. ഇത് രണ്ടും ശ്രേയസ്കരമാണെന്നും ഭഗവാന്റെ അഭിപ്രായത്തിൽ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കർമ്മസന്യാസത്തെ താഴ്ത്തിപ്പറയുകയല്ല ഭഗവാൻ ചെയ്തത്. അങ്ങനെ നമ്മളും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ചോദ്യകർത്താവായിരിക്കുന്ന നമ്മളെപ്പോലുള്ള അർജുനൻ മനസ്സിൽ കർമ്മസന്യാസം എന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്യാതിരിക്കൽ എന്ന ആശയമാണ് മുന്തി നിൽക്കുന്നത്. അത് ഓർമ്മിച്ചുകൊണ്ട് തന്നെ കർമ്മ പരിത്യാഗത്തേക്കാൾ ശ്രേഷ്ഠം കർമ്മയോഗമാണ് എന്ന് ഭഗവാൻ പറയുന്നു. തുടർന്ന് വരുന്ന പല ഭാഗങ്ങളിൽ ഇത് ഒന്നുകൂടി സ്പഷ്ടമാക്കുന്നുണ്ട് എന്നർത്ഥം.
നമുക്കാണെങ്കിലും അതെ, നമുക്ക് ഏതെങ്കിലും ജോലി ആരെങ്കിലും പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ബാക്കിയുണ്ട്, അത് ചെയ്യാൻ തീരെ താല്പര്യമില്ല എന്ന് വിചാരിച്ചോളൂ, അത് ഇഷ്ടമില്ല, അത് ചെയ്യാൻ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ എല്ലാവിധ ന്യായീകരണങ്ങളും പറയും. നമ്മൾ അതിനുള്ള അറിവൊക്കെ തന്നെ ഉള്ളിൽ നിന്ന് വരും. എന്നിട്ട് എങ്ങനെയെങ്കിലും ഈ ജോലിയിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം, ആ തരത്തിലായിരിക്കും അതിനെ വ്യാഖ്യാനിച്ച് അതിനെ ചോദ്യം ചെയ്യുന്നവരോടൊക്കെ പറയുന്നത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അത് ആ കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് തോന്നുന്ന അതിൻ്റെ ഗുണവും ദോഷവും കൂടെ തിരിച്ചറിയാതെ ആണെങ്കിലോ അതൊരിക്കലും ശ്രേയസ്സാവൂല്ല. ഗുണം ദോഷം തിരിഞ്ഞിട്ടാണ് ഡിസിഷൻ എടുത്താൽ പിന്നെ സംശയമൊന്നുമില്ല. ബുദ്ധി കൊണ്ട് തീരുമാനമെടുത്താൽ പിന്നെ അത് പരിത്യജിക്കും, യാതൊരു സംശയമില്ല. ഇവിടെ അർജുനൻ ആയുധവും കർമ്മം ഒക്കെ പരിത്യജിച്ചിട്ടിരിക്കുകയാണെങ്കിലും അവിടെ ഗുണദോഷം അറിയുന്നില്ല എന്ന് ധർമ്മ സമ്മൂഢചേതനാണെന്ന് ഭഗവാനോട് തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ധർമ്മ അധർമ്മങ്ങളെ തിരിച്ചറിയാനുള്ള കെൽപ്പ് ഈ ഉപദേശങ്ങളിൽ നിന്ന് അർജുനൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ രസം. ഏതായാലും അർജുനെ സംബന്ധിച്ച് ജിജ്ഞാസു ആയത് ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കം മുതലേ പ്രേയസ് വേണ്ട, ശ്രേയസ് മതി എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ശ്രേയസ് ദൃഢനിശ്ചയം ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ശ്രേയസ്സും പ്രേയസ്സും തമ്മിലുള്ള ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞിട്ടാണല്ലോ എനിക്ക് പ്രേയസ് വേണ്ട, ശ്രേയസ് മതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ശ്രേയസ്സിലേക്ക് ഉള്ള പ്രാർത്ഥന ഭഗവാൻ കേട്ടിട്ട് ശ്രേയോ മാർഗമാണ് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലും സംശയമുണ്ടായപ്പോഴാണ് ചോദിച്ചത്, അങ്ങ് കർമ്മ സന്യാസത്തെ പ്രശംസിച്ചു പറഞ്ഞു, കർമ്മയോഗത്തെയും പ്രശംസിച്ചു പറഞ്ഞു. ജ്ഞാനകർമ്മ സന്യാസ യോഗം പറയുമ്പോൾ ഇത് രണ്ടിനെയും പ്രശംസിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇതിൽ ഏതാ ചെയ്യണ്ട? കർമ്മയോഗം ചെയ്യണോ അതെയോ കർമ്മങ്ങളെ ഉപേക്ഷിക്കണം? കാരണം ഇത് പെട്ടെന്ന് ഈ രണ്ട് ചോദ്യം വന്നത് എന്തുകൊണ്ടാ? അർജുന ശരിക്കും കർമ്മം ഉപേക്ഷിച്ചിട്ടിരിക്കുക, ആയുധമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞത് ഒരു കൊളുത്തിപ്പിടുത്തം കിട്ടി. എന്നാ ഇത് ചെയ്യാതിരിക്കാമല്ലോ. ഭഗവാൻ പറഞ്ഞു കർമ്മസന്യാസം, കർമ്മത്തെ ഉപേക്ഷിക്കാൻ പറഞ്ഞു, ഉപേക്ഷിക്കുന്നതിനെ നശിക്കാൻ പറഞ്ഞു. എന്നാ പിന്നെ അതാണ് ശ്രേഷ്ഠമെങ്കിൽ പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പൊ ഭഗവാൻ നേരത്തെ രണ്ടും കൂടെ കൂട്ടി പറഞ്ഞു, ഇത് രണ്ടും മോക്ഷപ്രദ, പക്ഷെ കർമ്മയോഗം ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നർത്ഥം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചില കാര്യങ്ങൾ നിഷേധിക്കാൻ പോലും, ഈശ്വരീയമായ നിശ്ചയങ്ങൾ പോലും ചിലപ്പോൾ നിഷേധിക്കും. ഇതാണ് വിധിപ്രകാരമുള്ള കർമ്മങ്ങളെ പോലും ചിലപ്പോൾ ഉപേക്ഷിക്കും. അതിനെന്തെങ്കിലും ചോദിച്ചാൽ ആർക്ക് വേണമെങ്കിലും ന്യായീകരണം ഉണ്ടാവുകയും ചെയ്യും. അത് ഏതെങ്കിലും കർമ്മം, ഇപ്പോൾ ഒരാളോട്, ഒരു ബ്രാഹ്മണനോട് ചോദിച്ചു, എന്തേ സന്ധ്യാവന്ദനം ചെയ്യാത്തേ? ദിവസവും ചെയ്യേണ്ടതല്ലേ? പുണുലിടിപ്പ് ഉപദേശിച്ചതല്ലേ? അച്ഛൻ തന്നെ ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് ഗായത്രി മന്ത്രം ഉപദേശിച്ചു തന്നതല്ലേ? എന്നിട്ട് എന്തേ ജപിക്കാത്തേ എന്ന് ചോദിച്ചാൽ അതിനെന്തെങ്കിലും ന്യായീകരണം പറയാനുണ്ടാവും അവർക്ക്. അതുകൊണ്ട് ഇപ്പം എന്താ പ്രയോജനം? ആദ്യം തന്നെ അത് പറയും. പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ഒരു ന്യായീകരണം പറഞ്ഞാൽ ഇതിനൊന്നും സമയമില്ല. ഇതൊക്കെ ഇപ്പൊ ചെയ്തിട്ടിപ്പോ എന്താ കാര്യം? അവിടെയൊക്കെ ഫലേച്ഛയാ പറഞ്ഞു. അപ്പം എങ്ങനെയാണ് ഇത് ചെയ്യാതിരിക്കാൻ പറ്റുന്നത് എന്നുള്ള സ്ഥിതിയിലേക്ക് അതിനെപ്പറ്റി ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ വലിയ ഇഷ്ടാവും അല്ലേ? ഇതൊന്നും ചെയ്തിട്ട് വലിയ കാര്യമില്ല എന്ന് അതേ ലെവലിലുള്ളവർ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഇതൊന്നും ചെയ്യാതിരിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് അവരും തമ്മിൽ ചർച്ച നടത്തിയാൽ ഇത് എങ്ങനെയാ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റുന്നതെന്നുള്ളത് സ്ഥാപിച്ചു കൊടുക്കും. എന്നെ പോലെയുള്ളവർ അടുത്ത് വന്ന് സംസാരിക്കില്ല. കാരണം എന്താ? ഞാനത് ചെയ്യാനേ പറയുള്ളൂ. ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും ഒക്കെ വകതിരിച്ച് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് എന്നെ ആരും സമീപിക്കില്ല. ഇവിടെ ഭഗവാന്റെ അടുത്തേക്ക് അർജുനൻ സ്വയം തീരുമാനം എടുത്തിട്ടായിരിക്കണേ എന്നുണ്ടെങ്കിലും ഭഗവാന്റെ ഏറ്റവും വലിയ അർജുനെ സംബന്ധിച്ച് മഹാഭാഗ്യം ലഭിച്ചത് ഇത് ഭഗവാന്റെ അടുത്ത് തന്നെ ചോദ്യോത്തരങ്ങൾക്ക് അവസരം കിട്ടി. മറ്റ് ഭൗതികമായിട്ടുള്ള മറ്റു ഗുരുക്കന്മാരുടെ അടുത്തോ ഭീഷ്മ പിതാമഹനോടോ ഇല്ലെ ഗുരുവിനോടോ ഒക്കെ ചോദിക്കാൻ പുറപ്പെട്ടില്ല. കാരണം ഇവരുടെ ജന്മനാലുള്ള പല മാർഗങ്ങളും കാണിച്ചു തന്നിട്ടുള്ള ഭീഷ്മ പിതാമഹൻ, ആ ബ്രാഹ്മണശ്രേഷ്ഠനായിരിക്കുന്ന എന്താ പറയുക ദ്രോണര് അസ്ത്രശസ്ത്രങ്ങളും ഗുരുകുലത്തിൽ വിദ്യാഭ്യാസം കൊടുത്ത ആളാണ്. എന്നാൽ അർജുനൻ എന്തുകൊണ്ട് അവരോട് പോയി ചോദിക്കാത്ത?
അവർക്കിതൊക്കെ അറിയാമെങ്കിൽ അവർ അധർമ്മപക്ഷത്ത് ചേർന്ന് കഴിഞ്ഞു. പിന്നെ അവരുടെ ഉപദേശം സ്വീകരിക്കാൻ അർജുന അർഹതയില്ല, അവർക്ക് ഉപദേശിക്കാനും അർഹതയില്ല. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പോയി. അതുകൊണ്ട് ഭഗവാന്റെ അടുത്ത് തന്നെ കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ ചോദിക്കാം. എന്തായാലും ശ്രേയസ് വേണമെന്ന് അർജുനൻ തീരുമാനിച്ചതാണ് ഏറ്റവും വലിയ ഡിസിഷൻ. നമ്മൾ ശ്രേയസ്സും പ്രേയസ്സും എന്താണെന്ന് വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും, ഭൗതിക കാര്യങ്ങൾ ചെയ്താലും വേണ്ടില്ല, ആത്മീയ കാര്യങ്ങൾ ഭക്തി മാർഗത്തിൽ ചരിച്ചാലും ശ്രേയസ് വേണം എന്ന് ഉറപ്പിച്ചോളണം. ആ ശ്രേയോ മാർഗത്തിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായാൽ, സംശയം ഉണ്ടായാൽ, അപ്പോൾ അതിലെന്താണ് ശ്രേയസ് എന്ന് തത്വദർശികളായിട്ടുള്ളവരോട് ചോദിച്ചോണം. ഇല്ലേ ഭഗവാനോട് ചോദിച്ചോളണം. നിങ്ങൾക്ക് ഉപാസനയിൽ ശ്രേഷ്ഠതയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആത്മബോധത്തോടുകൂടി ഭഗവാനോട് ചോദിച്ചാലും കൃത്യമായിട്ട് നിങ്ങൾക്ക് ശ്രേയസ് എന്താണെന്ന് ഭഗവാൻ മാർഗം കാണിച്ചു തരും. ഇല്ലെങ്കിൽ അത് പറഞ്ഞു തരാനുള്ള ഗുരുവിനെ നേരെ മുമ്പിലെത്തി. നമ്മൾ ലക്ഷ്യം തീരുമാനിച്ചാൽ മതി, കർമ്മം അതിലേക്ക് നയിക്കും. ലക്ഷ്യം തീരുമാനിച്ചാൽ എന്ത് വേണം? ഈശ്വരപ്രാപ്തി എന്നുള്ളത് ലക്ഷ്യം വെക്കണം. പിന്നെ ശ്രേയോ മാർഗത്തിലൂടെ പോയാൽ മാത്രമേ ഈശ്വരപ്രാപ്തിയും സാധ്യം. പ്രയോ മാർഗത്തിൽ ഒരിക്കലും ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല. നിങ്ങൾക്ക് ഇന്ദ്രിയ ഭോഗസുഖങ്ങളൊക്കെ പ്രാപ്തമാകും, വീണ്ടും ജന്മം കിട്ടും, അതൊക്കെ പ്രയാസ. വീണ്ടും ജനിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പ്രയോമാർഗം എടുത്താൽ മതി. അപ്പം എന്ത് ബാക്കി വന്നാലും പിന്നെ അത് എടുക്കാനായിട്ട് വരാം. ബാക്കി വന്നാൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടില്ല, അനുഭവിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വരേണ്ടി വരും. അപ്പം ശ്രേയോമാർഗം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കർമ്മബന്ധനങ്ങളെ മുഴുവൻ തീർക്കുകയും വേണം, കർമ്മത്തിൽ ശുദ്ധി വരുത്തണം. ആ ശുദ്ധി വന്നാൽ മാത്രമേ ആത്മപ്രസാദം ലഭിക്കൂ. ആത്മപ്രസാദത്തിലൂടെ ആത്മാ തന്നെ പരമാത്മാവായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് എത്തണം. അതങ്ങനെ ആ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം. നമ്മൾ തന്നെയാണ് നമ്മുടെ ആത്മാവിനെ മലീനസമാക്കിയിട്ട് കവചം ഉണ്ടാക്കി വച്ചിരിക്കുക. അപ്പം അതുകൊണ്ട് കർമ്മയോഗം തന്നെയാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നു. കാരണം അതിൻ്റെ അടിസ്ഥാനം എന്താ? കർമ്മം കൊണ്ടല്ലാതെ കർമ്മത്തിന് ശുദ്ധി വരുത്താൻ സാധ്യമല്ല. നമ്മൾ കർമ്മം കൊണ്ടാണല്ലോ അശുദ്ധി ഉണ്ടാക്കി വെച്ചത്. അപ്പം അതിനെ ശുദ്ധീകരിക്കണമെങ്കിലും കർമ്മം കൊണ്ട്, നാളത്തെ കർമ്മശുദ്ധി കൊണ്ട് തന്നെ പ്രാരാബ്ധത്തെ ഇല്ലാതാക്കാൻ പറ്റും. അപ്പോഴേ ശ്രേയോ മാർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ തന്നെ സാധിക്കും. അപ്പം അതുകൊണ്ട് ജ്ഞേയസ്യ നിത്യസന്യാസിയോ നദ്വേഷ്ടീന കാംക്ഷതി നിർദ്ദന്തോഹി മഹാബാഹോ സുഖം ബന്ധാൽ പ്രമുച്ഛതേ. മഹാബാഹുവായിരിക്കുന്ന അർജുന, യാ ന ദ്വേഷ്ടി ന കാംക്ഷതി, യാതൊരാൾ ദ്വേഷിക്കുന്നില്ലയോ കാക്ഷിക്കുന്നില്ലയോ. ദ്വേഷിക്കുക എന്ന് പറഞ്ഞാൽ വെറുപ്പില്ലയോ, കാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കിരിക്കും. സ നിത്യസന്യാസി ജ്ഞേയ, അവൻ നിത്യസന്യാസി തന്നെയാണ്, അറിയപ്പെടേണ്ടതാണ്. ഹി നിർദ്വന്ദ്വ, എന്നാൽ രാഗദ്വേഷാദി ദ്വന്ദ്ങ്ങളില്ലാത്തവനായിരിക്കണം. ബന്ധാൽ സുഖം പ്രമുച്ഛതേ, ബന്ധത്തിൽ നിന്നും എളുപ്പത്തിൽ മോചിക്കപ്പെടും. അല്ലയോ അർജുന, യാതൊരാൾ ദ്വേഷിക്കാതെയും അഥവാ ആഗ്രഹിക്കാതെയും, ദ്വേഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ലയോ. ദ്വേഷിക്കുക എന്ന് പറഞ്ഞാൽ വെറുക്കാതിരിക്കുക, ആഗ്രഹിക്കാതിരിക്കുക, ഇത് രണ്ടും ചെയ്യുന്നില്ലയോ, അവൻ ഫലത്തിൽ നിത്യസന്യാസിയാണെന്ന് പറയും. ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് സർവകർമ്മ ഫലത്യാഗം. ദേഷിക്കുകയും ആഗ്രഹിക്കാതെ ഇരിക്കുക. ആഗ്രഹിക്കാതെ ഇരിക്കുന്ന ആൾക്ക് അനിഷ്ടമുണ്ടാകുകയോ വെറുപ്പുണ്ടാകുകയോ ദേഷ്യം വരുകയോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ആഗ്രഹങ്ങളാണ് നമ്മളെ വികാര വിചാരങ്ങൾക്ക് അടിമയായി പോകുന്നത്. അതുകൊണ്ട് ആ ആഗ്രഹങ്ങളില്ലാതെ ഇരിക്കുന്ന ആൾക്ക് ആരോടും ഒന്നിനോടും വെറുപ്പും വരില്ല. അങ്ങനെയുള്ളവർ നിത്യസന്യാസി തന്നെയാണ്. സുഖം ദുഃഖം രാഗം ദ്വേഷം മുതലായ ദ്വന്ദ്ങ്ങളില്ലാത്ത അവൻ എളുപ്പം ബന്ധത്തിൽ നിന്നും മുക്തനാകിത്തീരും. ഈ നിർദ്വന്ദ്വ അവസ്ഥയാണ് സന്യാസത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. അതായത് നിസ്സംഗനായിട്ടിരിക്കുന്ന അവസ്ഥ. നിർദ്വന്ദ്വ അവസ്ഥ എന്ന് പറയുന്നത് എന്താ?
ഞാൻ നീ എൻ്റെ തന്നെ എല്ലാത്തിനും രണ്ടായിട്ട് കാണാം. വികല്പത്തിൽ നിൽക്കുക. സുഖം ദുഃഖം ലാഭം നഷ്ടം ജയം പരാജയം അത് ഉണ്ടാകരുത്. അതൊക്കെ ഉണ്ടായാൽ തന്നെ അതിനെയൊക്കെ ഓവർകം ചെയ്യണം, അതിനെയൊക്കെ സഹിക്കണം എന്ന് പറഞ്ഞാൽ ചൂട് തണുപ്പ് ലാഭം നഷ്ടം ഇതൊക്കെ ഉണ്ടായാൽ തന്നെ ഇത് പ്രകൃതിയുടെ സ്വഭാവമാണ്. അതുണ്ടായാൽ അനുഭവിക്കുമ്പോഴും അതിനെയൊക്കെ സഹിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സഹിക്കാനുള്ള കപ്പാസിറ്റി കൂടുമ്പോഴാണ് നമ്മൾ നിർദ്വന്ദ്വ അവസ്ഥയിലേക്ക് എത്തുക. ആ നിർദ്വന്ദ്വ അവസ്ഥയിലേക്ക് രണ്ടെന്നുള്ള ഭാവം ഇല്ലാതെ വരണം. എന്ത് കാര്യത്തിലും നമുക്ക് ഈ ദ്വിവിധ ഭാവം ഉണ്ടാകും. അടുത്ത് വലത്ത് മുമ്പ് പിൻപ്, ജനനം മരണം, ഞാൻ എൻ്റെ, ഇതൊക്കെ ദ്വന്ദ്വഭാവങ്ങളാണ്. ഈ ദ്വന്ദ്വഭാവം തീരെ ഇല്ലാതെ വന്നാൽ മാത്രമേ നിർദ്വന്ദ്വ അവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പം നിസ്സംഗരാണ്. ഇഷ്ടമുള്ളത് സംഭവിച്ചാലും ഇഷ്ടമില്ലാത്തത് സംഭവിച്ചാലും, ഇഷ്ടമില്ലാത്തത് കേൾക്കാനിട വന്നാലും ഇഷ്ടമുള്ളത് കേട്ടാലും, ഇഷ്ടമുള്ളത് കിട്ടിയാലും ഇഷ്ടമുള്ളത് കിട്ടിയിട്ട് നഷ്ടപ്പെട്ടാലും ഒക്കെ ദ്വന്ദ്വഭാവത്തെ ജയിച്ച ആൾക്ക് ഒന്നും പ്രശ്നമല്ല എന്നത്. അപ്പം ഈ നിർദ്വന്ദ്വ അവസ്ഥയാണ് സന്യാസത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള മാനദണ്ഡം. സാഖ്യയോഗോ പ്രതബാല പ്രവദന്തീന പണ്ഡിത ഏകമഭ്യാസ്ഥിത സമ്യർ ഉഭയോർവിന്ദതേ ഫലം. സാഖ്യയോഗവും സാഖ്യവും യോഗവും പൃഥക് വേറെ വേറെയാണെന്ന് ബാല പ്രവദന്തി ബാലന്മാർ പറയുന്നു. ന പണ്ഡിത പണ്ഡിതന്മാർ അങ്ങനെ പറയില്ല. ഏകം അപി ഇവയിൽ ഒന്നിനെ സമ്യക് ആസിത വേണ്ട വിധം ആശ്രയിക്കുന്നവൻ ഉഭയോ ഫലം വിന്ദതേ രണ്ടിൻ്റെയും ഫലത്തെ പ്രാപിക്കും. സാഖ്യം എന്ന് പറയുന്നത് എന്താ? ജ്ഞാനയോഗം. സാഖ്യയോഗം ജ്ഞാനയോഗം വേറെ കർമ്മയോഗം വേറെ എന്ന് അറിവ് കുറഞ്ഞവരെയാണ് ബാലന്മാർ എന്ന് പറയുന്നത്. അവർ മാത്രമേ പറയൂ. പണ്ഡിതന്മാർ അങ്ങനെ പറയില്ല. ഇവയിൽ ഏതെങ്കിലും ഒന്ന് വേണ്ട വിധം അനുഷ്ഠിക്കുന്നവൻ രണ്ടിൻ്റെയും ഫലത്തെ പ്രാപിക്കും. രണ്ടിൻ്റെയും ഫലം ഒന്ന് തന്നെയാണ്. അടുത്ത ശ്ലോകം ഒന്നുകൂടി വ്യക്തമാക്കുന്നു. അതായത് സാഖ്യയോഗം ജ്ഞാനയോഗത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം ശ്രമിക്കുന്നയാളും കർമ്മയോഗത്തിൽ ശ്രമിക്കുന്നയാളും രണ്ടും രണ്ടല്ല. അവർ എത്തുന്നത് ഒന്നിൽ തന്നെയായിരിക്കും. നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകണം തീരുമാനിച്ചാൽ നമ്മൾ ഏത് വഴി സ്വീകരിച്ചാലും, ഇടത്തു നിന്നോ വലത്തു നിന്നോ വണ്ടിക്കോ വെള്ളത്തിനോ ഫ്ലൈറ്റിനോ നടന്നോ ഏത് രീതിയിൽ പോയാലും ലക്ഷ്യം തീരുമാനിച്ചാൽ നമ്മളെല്ലാവരും എത്തുന്നത് ഒരു സ്ഥലത്ത് തന്നെയാണ് ആയിരിക്കും. അപ്പം ലക്ഷ്യം തീരുമാനിച്ചാൽ അനുഷ്ഠാനം നിങ്ങളുടെ ഓപ്ഷനാണ്. ഏത് മാർഗം സ്വീകരിച്ചാൽ, ജ്ഞാനയോഗത്തിലൂടെ പോയാലും വേണ്ടില്ല, ജപതപാദികൾ ചെയ്താലും വേണ്ടില്ല, ഇനി കർമ്മം അവനവൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള കർമ്മം ചെയ്താലും ആ കർമ്മയോഗത്തിലൂടെയും ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തും. അത് വ്യത്യസ്തമാണെന്ന് പറയുന്നത് അറിവ് കുറഞ്ഞവരാണ്. അവരെയാണ് ബാലന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം ജ്ഞാനയോഗത്തിലും മാർഗത്തിൽ പോയാലും കർമ്മയോഗ മാർഗത്തിൽ പോയാലും നമ്മളൊക്കെ എത്തുന്നത് ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും. കാരണം പുറപ്പെട്ടെന്ന് ഒരു സ്ഥലത്താണ്. കുറച്ച് ചുറ്റിത്തിരിഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല, നമ്മൾ ആത്യന്തികമായിട്ട് എത്തുന്നത് ഈശ്വരനിലേക്ക് തന്നെയായിരിക്കും. ഇനി നമ്മളൊന്നും ചെയ്യാതിരുന്നാലും വേണ്ടില്ല, കൽപ്പാന്തത്തിൻ്റെ അവസാനം എല്ലാവരെയും ഭഗവാൻ തന്നിലേക്ക് ചേർക്കുകയും ചെയ്യും. എന്നാൽ പിന്നെ അവസാനം ഒന്നിച്ചു പോയാൽ പോരെ എന്ന് ചോദിക്കും. ഒന്നിച്ചു പൊക്കോളൂ, ഒന്നിച്ചു പോയാൽ മതി, ഈ പ്രയത്നമൊന്നും വേണ്ട. പക്ഷെ എന്താ കുഴപ്പം? അവിടെ സ്ഥിരമായിട്ട് നിർത്തില്ലേ. അടുത്ത സൃഷ്ടി തുടങ്ങുമ്പോൾ പിന്നെയും ഏത് വേഷത്തിലാണോ, ഏത് യോഗം കൊണ്ടാണോ, ഏത് വാസനാബലത്തിലാണോ ഭഗവാന്റെ അടുത്തേക്ക് കയറിപ്പോയത്, അതേ വേഷം എടുത്തുകൊണ്ട് പോരേണ്ടി വരും. വീണ്ടും ഈ പറയുന്ന പ്രോസസ്സ് തുടങ്ങും. ഈ പറയുന്ന അടുത്ത കൽപ്പാന്തം കഴിയുന്നവരെങ്ങനെ ചുറ്റി നടക്കും. അതേസമയം ഈ പറയുന്ന ശാസ്ത്രത്തെ ഭഗവാൻ പറയുന്നത് ശാസ്ത്രമാണ്, അതിനെ നമ്മുടെ ജീവിതത്തിൽ അനുശാസനം ചെയ്യണം എന്ന് പറഞ്ഞാൽ അനുസരിക്കണം എന്നർത്ഥം. അനുസരിച്ചാൽ പിന്നെ എത്ര സൃഷ്ടി നടന്നാലും പോയിട്ട് തിരിച്ചു വരേണ്ടി വരില്ല. നമ്മൾ സ്വയമാണ് മാർഗം കണ്ടെത്തി പോകുന്നത്. മറ്റതല്ല, അസ്വാതന്ത്ര്യരായിട്ട് നമ്മുടെ കർമ്മവാസനയും ജന്മവാസനയും കൊണ്ടായിരിക്കും പോകുന്നത്. അതേ വാസനാ ബലത്താൽ തിരിച്ചു വരേണ്ടി വരും. നമ്മൾ ദിവസവും ചെയ്യണ കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, അത് അടുക്കളയിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, ഇപ്പം നമ്മൾ ഈ ഗീതാ ജ്ഞാനമായിക്കോട്ടെ,
ഈ ചെയ്യുന്ന കർമ്മം ഇന്നുകൊണ്ട് പൂർത്തീകരിച്ചില്ലെങ്കിൽ ബാക്കി വെച്ചാൽ നാളെ രാവിലെ എഴുന്നേറ്റാൽ അത് തന്നെ ചെയ്യേണ്ടി വരും. ബാക്കി വന്നാൽ ഞാൻ ഒരു ശ്ലോകം ബാക്കി വെച്ചിട്ട് ബാക്കി പറഞ്ഞാലോ നിങ്ങൾ ആരെങ്കിലും ഓർപ്പിക്കുന്നു ആ ഒരു ശ്ലോകം പറഞ്ഞില്ല അതിന് അല്ലേ? ഇത് തന്നെയാ ജനന മരണങ്ങളിൽ സംഭവിക്കാം. അപ്പം അതുകൊണ്ട് പോയി വീണ്ടും വീണ്ടും വരാതിരിക്കാനുള്ള മാർഗമാണ് ഗീതോപദേശത്തിൽ ഭഗവാൻ പറയുന്നത്. അപ്പൊ കർമ്മയോഗം ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം ചെയ്താലേ തീരുള്ളൂ. ഇപ്പൊ അർജുനെ സംബന്ധിച്ച് ഈ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചിരിക്കുന്നതുകൊണ്ട് ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ അർജുനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പ്രൊഫഷനാണ് ഈ ജന്മത്തിൽ. അപ്പൊ അത് ഉപേക്ഷിച്ചിട്ട് പോയിട്ട് സന്യാസം സ്വീകരിക്കാം എന്നൊക്കെ സംശയം ഉന്നയിച്ചത് ഇവിടെ ക്ലാരിഫൈ ചെയ്യാ ചെയ്യുന്നത്. ഇപ്പൊ കർമ്മം ബാക്കി വെച്ചിട്ട് സന്യാസത്തിന് പോയാൽ എന്താ കുഴപ്പം? അവിടെ മോക്ഷം കിട്ടുമൊന്നുമില്ല. നമ്മൾ വിചാരിക്കും വേഷം മാറി ദീക്ഷ എടുത്താൽ ഇനിയൊന്നും കുഴപ്പമില്ല. പണ്ടുള്ളവര് കാശിക്ക് പോയാൽ തിരിച്ചു വരാറില്ല എന്ന് പറയേണ്ട ഒരൊറ്റ പോക്കാ. പിന്നെ തിരിച്ചു വരാൻ വഴിയില്ല, അതാണ് പറയുന്നത്. ഇന്നത്തെ പോലെയല്ല, അന്ന് നടന്നൊക്കെ പോയിരുന്നത്. അത് ചിലപ്പോൾ പോണ വഴി തന്നെ പോകും. എങ്ങോട്ട്? ശരീരം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. ചിലർ പോയിട്ട് തിരിച്ചു വരുന്ന വഴി പോകും. അപ്പോൾ കാശിക്ക് പോയാൽ തന്നെ തിരിച്ചു വരില്ല എന്നൊരു ധാരണ പൊതുവെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു സമയത്ത് നമ്മൾ ഈ ശബരിമലയ്ക്ക് പോയവരെയും അന്ത്യയാത്ര ചെയ്യുന്ന പോലെയാണ് എല്ലാവരും കരഞ്ഞു വിളിച്ചിട്ട് ആ യാത്രയാക്കാർ. പോയിട്ട് തിരിച്ചു വരുന്ന യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. ഇന്നങ്ങനെയല്ല, 24 മണിക്കൂറിനാകും പോയിട്ട് തിരിച്ചു വരും. കാശിക്ക് പോയാലും വേണമെങ്കിൽ 24 മണിക്കൂറിനാകും തിരിച്ചു വരാം. കാരണം അന്നത്തെ സൗകര്യം ഇന്നത്തെ സൗകര്യം ഒക്കെ വ്യത്യാസമുണ്ട്. അതാണ്. ഇപ്പം എന്തായാലും നമ്മൾ ലക്ഷ്യം തീരുമാനിക്കുക. ഏത് കാലത്തിലായാലും ഏത് യുഗത്തിലായാലും മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട്. നമ്മളെ മനുഷ്യജന്മം എന്തിനാണ് കിട്ടിയിരിക്കുന്നത്? ആ മനുഷ്യജന്മത്തിലൂടെ മാത്രമേ പരമമായതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കൂ എന്ന് ഉറപ്പിക്കുക. അപ്പൊ പരമമായതിലേക്ക് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് ഉറപ്പിക്കുക. പിന്നെ അതിനുള്ള അനുഷ്ഠാനങ്ങൾ ഏത് മാർഗം സ്വീകരിച്ചാലും അങ്ങോട്ട് എത്തുക തന്നെ ചെയ്യും. ബ്രഹ്മചാരി ആകാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ബ്രഹ്മം ലക്ഷ്യമാക്കിക്കൊണ്ട് അതിനുള്ള അനുഷ്ഠാനങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ആളെയാണ് ബ്രഹ്മചാരി എന്ന് പറയാം. അപ്പൊ ആ ചെയ്യലാണ് കർമ്മയോഗം. അപ്പൊ അനുഷ്ഠാനങ്ങളിലൂടെ കർമ്മത്തിലൂടെ അല്ലാതെ ശുദ്ധി വരുത്തിയിട്ട് അങ്ങോട്ട് എത്താൻ സാധിക്കില്ല. ഇനി ജ്ഞാനം ലഭിച്ചാൽ സാധിക്കും എന്ന് പറഞ്ഞു. ജ്ഞാനയോഗം, അതായത് ബ്രഹ്മജ്ഞാനി ആയാലും ബ്രഹ്മത്തിലേക്ക് എത്താം, ബ്രഹ്മഭൂയാകൽപ്പത്തെ. പക്ഷെ ഈ ജ്ഞാനയോഗത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിലോ, ഈ പറയുന്ന ജ്ഞാനയോഗത്തിലേക്ക് എത്തണമെങ്കിൽ, ബ്രഹ്മജ്ഞാനിയായി മാറണമെങ്കിൽ തന്നെ പാപരാഹിത്യം വരാത്ത ഒരാൾക്ക് ഒരിക്കലും ബ്രഹ്മജ്ഞാനം ലഭിക്കില്ല. അപ്പൊ ഈ ജ്ഞാനയോഗത്തിലൂടെ ഈ ഈശ്വരനിലേക്ക് എത്താന്ന് പറഞ്ഞാൽ അതേ പ്രയത്നം തന്നെ കർമ്മയോഗത്തിലൂടെ വേണ്ടി വരും. ജ്ഞാനയോഗത്തിലേക്ക് എത്തണമെങ്കിലും പ്രയത്നം വേണ്ടി വരും. അപ്പൊ രണ്ട് മാർഗവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ലേശകരാണ്. കാരണം ഈ മടി പിടിച്ചിരിക്കുന്നവർക്ക് രണ്ടും ക്ലേശ അല്ലേ. ജ്ഞാനം എന്ന് പറഞ്ഞാലും വെറുതെ ജ്ഞാനമല്ല. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തൻ പരസം യഥേന്ദ്രിയ എന്ന് പറഞ്ഞു. ജ്ഞാനം ലഭിക്കാന്ന് പറയുന്നതും എളുപ്പമൊന്നുമല്ല. പുസ്തകജ്ഞാനം കൊണ്ട് ജ്ഞാനമാവില്ല. നിങ്ങൾ പുസ്തകം പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതി പാസ്സായി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ അവിടെ കേട്ടില്ല. നിങ്ങൾ തിയററ്റിക്കലായിട്ട് നീന്തൽ പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റും കൊണ്ട് പുഴക്കര പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അക്കരയ്ക്ക് എത്തുമോ? ഞാനിതൊക്കെ പഠിച്ച് പാസ്സായി, ഞാൻ ജ്ഞാനിയാണ്, നിന്റെ തിയറിയൊക്കെ പാസ്സായതാന്ന് പറഞ്ഞിട്ടാൽ പുഴയോട് പറഞ്ഞാൽ പുഴ കേൾക്കുമോ? അതിനകത്ത് ഇറങ്ങി മുങ്ങി തപ്പി വെള്ളം കുടിച്ച് മാത്രമേ കൈയും കാലും ഇട്ട് അടിച്ച് മാത്രമേ അക്കരയ്ക്ക് എത്താൻ സാധിക്കൂ. അപ്പം ജ്ഞാനം കൊണ്ട് നമുക്ക് അർഹത ഉണ്ടെന്ന് തെളിയിക്കാം, പക്ഷേ യോഗ്യത നമ്മൾ നേടണം എന്നർത്ഥം. അപ്പം അതിലും ശ്രേഷ്ഠമായിട്ട് എന്താ? അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞേ കർമ്മയോഗമാണ് ശ്രേഷ്ഠം പറഞ്ഞത്. കാരണം യഥാർത്ഥ കർമ്മയോഗത്തിലൂടെ അനുഭവജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനം. അനുഭവജ്ഞാനം ലഭിക്കാതെ ഒരാൾക്കും യഥാർത്ഥ വിശ്വാസത്തിലേക്ക് എത്താൻ സാധ്യമല്ല.
അവിടെ വിശ്വാസമല്ല. ഇല്ലെങ്കിൽ അന്ധവിശ്വാസം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് പുസ്തകജ്ഞാനം കൊണ്ട് കാര്യമില്ല, രണ്ടിൻ്റെയും ഫലം ഒന്ന് തന്നെ എന്ന് അടുത്ത ശ്ലോകത്തിൽ ഒന്നുകൂടെ സ്പഷ്ടമാക്കുന്നുണ്ട്. യത് സാഖ്യൈ പ്രാപ്യതേ സ്ഥാനം തദ്യോഗ്യരഭി ഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യ പശ്യതി സ പശ്യതി. സാഖ്യ സ്ഥാനം, സാഖ്യന്മാരിൽ യാതൊരു പ്രാപ്യതയെ സ്ഥാനം പ്രാപിക്കപ്പെടുന്നുവോ തസ് യോഗൈ അഭിഗമ്യതേ, അത് തന്നെ യോഗികളാലും പ്രാപിക്കപ്പെടുന്നു. യാ സാഖ്യം ച യോഗം ച, യാതൊരാൾ സാഖ്യത്തെയും യോഗത്തെയും ഏകം പശ്യതി ഒന്നായി കാണുന്നുവോ സ പശ്യതി, അവൻ തത്വത്തെ കാണുന്നു. സാഖ്യന്മാർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ജ്ഞാനനിഷ്ഠന്മാരായിട്ടുള്ള സന്യാസിമാരാണ് ഉദ്ദേശിക്കുന്നത്. ഏത് സ്ഥാനത്തെ പ്രാപിക്കുന്നുവോ അതേ സ്ഥാനം തന്നെ കർമ്മയോഗികളും പ്രാപിക്കുന്നു. ആര് ജ്ഞാനയോഗത്തെയും കർമ്മയോഗത്തെയും ഒന്നായി കാണുന്നുവോ അവൻ തത്വത്തെ അറിയുന്നവനാണ്. ഏറ്റവും വലിയ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, നമ്മൾ ഈ കർമ്മയോഗത്തിലൂടെ ഈശ്വരനിലേക്ക് എത്തണമെങ്കിലും ജ്ഞാനം വേണമെന്നർത്ഥം. അതാണ് കഴിഞ്ഞ അധ്യായത്തിൽ ജ്ഞാന കർമ്മയോഗം പറഞ്ഞത്. ഈ കർമ്മം ചെയ്യാതെ യഥാർത്ഥ ജ്ഞാനം ലഭിക്കും. യഥാർത്ഥ പരമമായത് എന്താണെന്ന സത്യത്തെ അറിഞ്ഞാലേ പിന്നെ കർമ്മത്തെ ഉപേക്ഷിക്കാനും സാധിക്കൂ. അപ്പൊ ഇതിന് അടിസ്ഥാനം എന്താ? അനുഭവജ്ഞാനം. ഏറ്റവും വലിയ ശ്രേഷ്ഠ എന്താ? ജ്ഞാനം തന്നെയാണ് ശ്രേഷ്ഠത. യഥാർത്ഥ ജ്ഞാനം, അനുഭവജ്ഞാനം. പുസ്തകജ്ഞാനം കൊണ്ട് കാര്യമില്ല. ഭഗവാന്റെ ഉപദേശം, സത്സംഗത്തിലൂടെ ഗുരുവിൻ്റെ ഉപദേശം കേട്ടതും കൊണ്ടായില്ല. നിങ്ങൾ പ്രായോഗിക തലത്തിൽ അത് അനുഭവിച്ചറിയണം. അപ്പോഴേ ഇത് രണ്ടും ഒന്നാണെന്നുള്ള ബോധ്യം അനുഭവിച്ചറിഞ്ഞാൽ അവനാണ് തത്വത്തെ, കർമ്മയോഗ തത്വത്തെ അറിയണമെന്ന് ഭഗവാൻ പറഞ്ഞു. കർമ്മയോഗ തത്വത്തെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ജ്ഞാനി കർമ്മയോഗത്തിലൂടെ തന്നെ ജ്ഞാനിയായിട്ട് അനുഭവജ്ഞാനം വേണമെന്നർത്ഥം. അവിടെയാണ് തത്വദർശനം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പുസ്തകജ്ഞാനം കൊണ്ടോ ഒരു സത്സംഗത്തിൽ പങ്കെടുത്തു, അതിൽ നിന്ന് കുറേ ഉപദേശങ്ങൾ കേട്ടു, ഇല്ലേ സന്മാർഗങ്ങൾ കേട്ടത് കൊണ്ട് മാത്രമായില്ല. പ്രായോഗിക തലത്തിൽ അതനുസരിച്ച് അതിൽ നിന്നുള്ള അനുഭവം ശ്രേയസ്സാണോ പ്രേയസ്സാണോ ഗുണമാണോ ദോഷമാണോ അവരവരുടെ സ്വഭാവം അനുസരിച്ചു കൊണ്ട് തന്നെ പ്രവർത്തിക്കണം. സ്വഭാവം എല്ലാവരുടെയും നമ്മുടെയൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ ഒരാൾക്കുണ്ടായ അനുഭവം മറ്റേയാൾക്കോ അതേപടി തന്നെ ഉണ്ടായിക്കൊള്ളണം നിർബന്ധമില്ല. ഒരേ പരീക്ഷ എല്ലാവരും എഴുതിയാൽ എല്ലാവർക്കും ഒരേപോലെ മാർക്ക് കിട്ടുക? അവരവരെങ്ങനെ എഴുതുക? അവരവരുടെ സ്വഭാവം അനുസരിച്ച്, അവരുടെ കഴിവനുസരിച്ചാണോ അതനുസരിച്ചുകൊണ്ട് എഴുതി വയ്ക്കുക, അതനുസരിച്ചുള്ള മാർക്ക് കിട്ടും. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്നവരും അവരവരുടെ സ്വഭാവം അനുസരിച്ചു കൊണ്ടായിരിക്കും ഈ ജ്ഞാനയോഗത്തിൽ പോയാലും കർമ്മയോഗത്തിൽ പോയാലും പ്രവർത്തിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, യഥാർത്ഥ ജ്ഞാനയോഗി ആകണമെങ്കിൽ, ബ്രഹ്മചാരി ആകണമെങ്കിൽ അവൻ കർമ്മശുദ്ധി നേടിയിരിക്കണം. അല്ലാതെ ബ്രഹ്മചാരിയാകുന്ന പ്രശ്നമില്ല, ആത്മചാരിയാകുന്ന പ്രശ്നമില്ല, പാപരാഹിത്യം വരുന്ന പ്രശ്നമില്ല. അപ്പൊ കർമ്മയോഗം അനുഷ്ഠിക്കാതെ കർമ്മശുദ്ധി വരില്ല. കർമ്മശുദ്ധി വന്നാൽ തത്വജ്ഞാനിയായിട്ട് മാറും അവൻ. തത്വം അറിയാന്ന് പറഞ്ഞാൽ എന്താ? പരമമായ സത്യം എന്താണെന്നറിയും. സത്യം അറിയുവാൻ സത്യത്തിലേക്ക് പോവും, പിന്നെ ചുറ്റിത്തിരിയാൻ പോകുന്ന പ്രശ്നമില്ലല്ലോ. അപ്പൊ ജ്ഞാനനിഷ്ഠരായിട്ടുള്ള സന്യാസിമാർ, ഇപ്പൊ സന്യാസം സ്വീകരിച്ചാലും ജ്ഞാനനിഷ്ഠന്മാരായിരിക്കണം എന്നുകൂടി ഇവിടെ സൂചന. ഒരാള് ദീക്ഷയെടുത്ത് ആശ്രമത്തിൽ പോയി ചേർന്നാൽ പിന്നെ എല്ലാമായി ഭൗതിക ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചത് കൊണ്ട് അവൻ സിദ്ധി നേടുകയൊന്നുമില്ല, സമാധിസ്ഥനും ആവില്ല. അവനെ സംബന്ധിച്ചില്ലേ, ആ സന്യാസത്തെ സംബന്ധിച്ച് സ്ഥാനത്തെ പ്രാപിക്കുന്നു, അതേ സ്ഥാനം കർമ്മയോഗികളും പ്രാപിക്കും. രണ്ടിനും പേരിലും തമ്മിൽ എന്താ വ്യത്യാസം? കാരണം രണ്ടിൻ്റെയും മാനദണ്ഡം ഒന്ന് തന്നെയാണ്. നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആയാലും കർമ്മശുദ്ധിയിലൂടെ അല്ലാതെ കർമ്മയോഗം സിദ്ധി നേടാൻ സാധ്യമല്ല.
കർമ്മത്തിൽ ശുദ്ധി വരണോ, കർമ്മത്തിലൂടെ അല്ലാതെ ശുദ്ധി എപ്പോൾ കിട്ടുന്നോ അവൻ സന്യാസി വേഷം കിട്ടിയാലും വേണ്ടില്ല, സാധാരണ മനുഷ്യനായാലും വേണ്ടില്ല, അവൻ യഥാർത്ഥ ആത്മജ്ഞാനിയായിട്ട് പരമമായത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കർമ്മത്തിൽ ശുദ്ധി വരാതെ ഒരിക്കലും അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാവില്ല. ഇത് രണ്ടും പ്രാപ്യമാകാത്തിടത്തോളം കാലം അവൻ ബ്രഹ്മജ്ഞാനിയും ആകില്ല. ബ്രഹ്മം എന്താണെന്ന് അറിയില്ല. അതുതന്നെയാണ് ആത്മജ്ഞാനിയാകുന്നത്. ആത്മാവ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിൽ ഏത് വഴിക്ക് പോയാലും പരമമായ ജ്ഞാനം ബ്രഹ്മം എന്താണെന്ന് അറിയണം. ബ്രഹ്മജ്ഞാനിയായിട്ട് മാറും. അത് കർമ്മയോഗത്തിലൂടെ ആയാലും വേണ്ടില്ല, ജ്ഞാനയോഗത്തിലൂടെ ആയാലും വേണ്ടില്ല. ജ്ഞാനയോഗം സിദ്ധിച്ചാലും അത് കർമ്മത്തിൽ ഉപയോഗിക്കാതെ അവന് പരമമായ ജ്ഞാനം ലഭിക്കില്ല. ഇതൊരിക്കലും കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ടാണ് രണ്ട് മാർക്കം സ്വീകരിച്ചാലും രണ്ടിൻ്റെ ഫലം കഴിയും. തത്വദർശിയായിട്ട് അവൻ മാറും ഓട്ടോമാറ്റിക്കായിട്ട്. ജ്ഞാനം ലഭിച്ചാലോ ആ ജ്ഞാനം അനുസരിച്ചുകൊണ്ട് അറിവ് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കണം. അതാണ് ജ്ഞാന കർമ്മ സന്യാസയോഗം എന്ന് പറഞ്ഞത്. ഇത് രണ്ടും കൂടെ ചേർത്ത കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. അതിൽ അർജുനുണ്ടായ സംശയമാണ് ഇതിനെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണമായത്. എല്ലാ മാർഗങ്ങളും ഭഗവാൻ പറഞ്ഞതല്ലോ. സ്വയം നേടാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് സ്വയം നേടാൻ സാധിക്കുന്നില്ലെങ്കിൽ തത്വദർശികളെ തത്വദർശനം കിട്ടി തത്വം അറിഞ്ഞവനെ സമീപിക്കണം. അറിയാന്ന് പറഞ്ഞാൽ എന്താ? അനുഭവിച്ചറിഞ്ഞവനെ സമീപിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞാൽ തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനിത്വാ തത്വദർശനാന്ന് കഴിഞ്ഞ അധ്യായം പറഞ്ഞല്ലോ ഭഗവാൻ. അപ്പൊ തത്വദർശനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മാർഗം സ്വീകരിച്ചു പോയാലും വേണ്ടില്ല, തത്വദർശനം എന്ന് പറയുന്നത് അനുഭവജ്ഞാനമാണ്. അവരെയാണ് യഥാർത്ഥ സന്യാസി എന്ന് പോലും വിളിക്കാൻ പറ്റും. ജ്ഞാനനിഷ്ഠരാന്ന് പറഞ്ഞാൽ കർമ്മയോഗത്തിലൂടെ യഥാർത്ഥ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നവനെയാണ് ജ്ഞാനനിഷ്ഠൻ എന്ന് പറയുന്നത്. ആ ജ്ഞാനനിഷ്ഠന്മാർ ഏത് സ്ഥാനത്തെ പ്രാപിക്കുന്നു അതേ സ്ഥാനം അപ്പൊ ജ്ഞാനയോഗത്തെയും കർമ്മയോഗത്തെയും ഒന്നായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ജ്ഞാനത്തോടുകൂടി കർമ്മം ചെയ്യണം, അഥവാ ആത്മബോധത്തോടുകൂടി പ്രവർത്തിക്കണം, അഥവാ ഗുണദോഷങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും പോയിട്ട് ബന്ധനത്തിൽ പോകും. നമ്മുടെ പൂർവ്വജന്മ വാസനാഫലമാണ് ഈ ജന്മത്തിൽ ഏത് പ്രൊഫഷനും ഏത് കർമ്മവും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ ജന്മവാസനാബലം എവിടുന്ന് കിട്ടി? പൂർവ്വജന്മാർജിതം. അപ്പൊ ആ വാസനാബലം കൊണ്ട് തന്നെ ഈ ജന്മത്തിൽ പ്രവർത്തിച്ച് ആ കർമ്മത്തിൽ ബന്ധനം പെടണം. അതാണ് ശുദ്ധി വരിക എന്ന് പറയുന്നത്. ഒന്നും ബാക്കിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തണം എന്നാണ്. ഫലം രണ്ടിൻ്റെയും ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സാഖ്യന്മാർ അഥവാ കർമ്മസന്യാസിമാർ ധ്യാനയോഗം മുഖേന പരമാത്മ തത്വ സാക്ഷാത്കാരം സാധിക്കുന്നു. സ്വാർത്ഥമായിരിക്കുന്ന ഏതൊരു ഫലത്തെയും ഇച്ഛിക്കാതെ സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ജ്ഞാന പ്രാപ്തി സാധനയായിട്ടും ചെയ്യുന്നവരാണ് കർമ്മയോഗികൾ. അവർ കർമ്മയോഗം വഴി അന്ധകരണ ശുദ്ധി നേടി ആത്മാ അനുസന്ധാനത്തിന് അർഹരായിട്ട് ക്രമേണ പരമാത്മ തത്വ സാക്ഷാത്കാരം സാധിക്കുന്നു. ഇങ്ങനെ രണ്ട് മാർഗത്തിലൂടെ പോകുന്നവരും ഒരേ ലക്ഷ്യത്തിൽ തന്നെ എത്തിച്ചേരും. ഇവിടെ ജ്ഞാനമാർഗത്തിലൂടെ തന്നെ സിദ്ധി നേടിയവരുണ്ട്. ഇപ്പോൾ രമണ മഹർഷിയെ പോലുള്ളവർ പ്രത്യേകിച്ചൊന്നും അദ്ദേഹമൊന്നും ചെയ്യാതെ ചുമ്മാ ഇരിക്കുന്നവ ചൊല്ലുന്നവരോട് തന്നെ പറയുള്ളൂ. എന്താ കാരണം? ഇദ്ദേഹത്തിൽ പൂർവജന്മാർജിതമായിട്ട് തന്നെ കർമ്മത്തിൽ അത്രമാത്രം ശുദ്ധി വന്നതുകൊണ്ട് 17 വയസ്സിൽ തന്നെ കൃത്യമായിട്ട് ആ ആത്മജ്ഞാന പാതയിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത്. അപ്പം ഒരു കർമ്മം കൊണ്ട് ഒരു ജന്മത്തിൽ തന്നെയല്ല നമുക്ക് കർമ്മശുദ്ധി വരിക എന്ന് പറയുന്നത്. ഇപ്പം ശങ്കരാചാര്യ തന്നെ 8 വയസ്സിൽ സന്യസിക്കാൻ പോണം. 5 വയസ്സിലെ ഉപനയനം കഴിഞ്ഞപ്പോൾ തന്നെ തത്വശാസ്ത്രമൊക്കെ പറയാൻ തുടങ്ങി. ഇത് ഒരു ജന്മത്തിലെ സിദ്ധിയല്ല, പൂർവ്വജന്മത്തിൽ ഡിപ്പോസിറ്റ് ഉണ്ടായതും കൊണ്ട് കർമ്മശുദ്ധി വന്നയാൾക്ക് ഈ ജന്മത്തിൽ തന്നെ
അത് മറ്റൊരു കർമ്മവും ചെയ്യാതെ തന്നെ നേരെ സന്യാസ യോഗത്തിലേക്ക് പോകും. ശങ്കരാചാര്യൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു പഴം താഴേക്ക് വീഴണമെങ്കിൽ അത് പക്വത വന്നാൽ പഴുത്ത് പക്വത വരുമ്പോഴല്ലേ താഴേക്ക് വീഴുക. അതേപോലെ നമുക്ക് പക്വത വരിക എന്ന് പറയുന്നത് ഒരു ജന്മത്തിൽ കൂടെ തന്നെ ആയിരിക്കണമെന്നില്ല. പൂർവജന്മ കർമ്മവാസനാ ബലത്താൽ ചെയ്യപ്പെടുന്ന കർമ്മം. അപ്പൊ അങ്ങനെ ശുദ്ധി വന്ന ആൾക്ക്, കർമ്മത്തിലൂടെ ശുദ്ധി വന്ന ആൾക്ക് ഒരു ജന്മത്തിൽ ചിലപ്പോൾ കർമ്മമൊന്നും ചെയ്യാതെ തന്നെ അവൻ ബ്രഹ്മജ്ഞാനിയായിട്ട് മാറും. ആ ബ്രഹ്മജ്ഞാനം കൊണ്ട് പൂർവജന്മ വാസനാ ബലത്താൽ അവന് മുക്തിമാർഗത്തിൽ ഈസി ആയിട്ട് തെളിഞ്ഞു കിട്ടും. ഈ കർമ്മം എന്തിനാ ചെയ്യണത്? കർമ്മത്തിൽ ശുദ്ധി വരുത്താൻ വേണ്ടിയിട്ടാണ്. അത് ഏതെങ്കിലും ജന്മത്തിൽ നിങ്ങൾ ശുദ്ധി വരുത്തിയിട്ടുണ്ട്, എന്നാൽ മുക്തിയിലേക്ക് എത്തിയിട്ടുമില്ല. ആ ഒരവസ്ഥയിലാണ് വീണ്ടും ജനിച്ചാൽ അവൻ ജ്ഞാനയോഗത്തിലൂടെ തന്നെ, അപ്പൊ അവന് തത്വദർശനം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന അർത്ഥം. അവന് പിന്നെ ഒന്നും ചെയ്തില്ലേലും അവൻ യഥാർത്ഥ പൂർവ്വജന്മ സ്മരണ കിട്ടും. അപ്പൊ കർമ്മത്തിൽ ശുദ്ധി വരുന്നിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ഒരിക്കലും പിന്നെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടതില്ലല്ലോ. എന്നാ മുക്തി കിട്ടിയിട്ടുമില്ല. പൂർവ്വജന്മത്തിൽ കർമ്മബന്ധനമൊക്കെ തീർത്തിട്ടുണ്ട്, പക്ഷെ മുക്തിക്ക് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരാ വീണ്ടും ജനിക്കുക. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ജന്മത്തിൽ തന്നെ ആ സന്യാസ യോഗത്തിലേക്ക് പോവാം, ജ്ഞാനിയായിട്ട് മാറും. അപ്പോഴും എത്ര ജന്മം എടുത്താലും വേണ്ടില്ല, നമ്മൾ എത്തേണ്ടടുത്ത് എത്തും എന്നർത്ഥം. ലക്ഷ്യം പരമമാണെങ്കിൽ നമ്മൾ എത്ര ജന്മം എടുത്താലും വേണ്ടില്ല, ഏതൊക്കെ കർമ്മം ചെയ്താലും വേണ്ടില്ല, നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. അതാണ് നമ്മൾ ലക്ഷ്യം തീരുമാനിച്ചാൽ മതി. മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് എന്താ? മനുഷ്യജന്മത്തിലൂടെ ഈ പരമാത്മാവിലേക്ക് എത്താൻ സാധിക്കൂ. ജീവൻ മുക്തഭാവത്തിലേക്ക് എത്തണമെങ്കിൽ മനുഷ്യജന്മത്തിൽ മാത്രമേ സാധിക്കൂ. അത് മനുഷ്യജന്മം കിട്ടിയിട്ടും അവിടെ ബന്ധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അധോജന്മത്തിലേക്കും പോകാം. ഗജേന്ദ്രനെ പോലെയോ മാനിനെ പോലെയോ ഭരതമഹർഷിയുടെ ജന്മത്തെ പോലെയൊക്കെ ആകിപ്പോകാം. അതെന്നാലും വീണ്ടും റൂട്ടിലെത്തിക്കോളും. ചിലപ്പം ഒരു ജന്മോ 2 ജന്മോ ഒക്കെ നഷ്ടമായി എന്നിരിക്കും, എന്നാലും പരമമായതിലേക്ക് എത്തും എന്നർത്ഥം. അതാണ് പറഞ്ഞത്, ഉറപ്പ് പറയുന്നത്. നമ്മൾ ലക്ഷ്യം തീരുമാനിച്ചാൽ കർമ്മം അതിലേക്ക് നയിക്കും. ആ കർമ്മയോഗത്തിലൂടെ മാത്രമേ കർമ്മശുദ്ധി വരുത്താൻ സാധിക്കൂ, അല്ലാതെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. എന്നാൽ കർമ്മം എത്ര കാലം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നോ അത്രയും കാലവും മുക്തി സാധ്യമല്ല. കർമ്മത്തെ നശിക്കേണ്ട സമയത്ത് നശിക്കണം. സർവകർമ്മ ഫലത്യാഗത്തിലേക്ക്, സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ എന്ന് ഭഗവാൻ 18-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ പറയുന്നുണ്ട്. ആ ഒരു സ്ഥിതി നമ്മൾ ഹാൻഡിൽ ചെയ്യണം. എപ്പോഴാണോ, ഏത് ജന്മത്തിലാണോ കർമ്മം ഒടുങ്ങുന്നത്, ആ ഒടുങ്ങുന്നതാണ്, അത് ഒടുക്കുന്നതാണ് കർമ്മശുദ്ധി വരിക. ഇല്ലെങ്കിൽ കർമ്മയോഗത്തിലൂടെ തന്നെ മോക്ഷത്തിലേക്ക് എത്താം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാ. അപ്പൊ കർമ്മബന്ധനം നിങ്ങൾ പൂർവ്വജന്മാർജിതമായിട്ട് കഴിച്ചു പോയി വച്ചിട്ടുണ്ടെങ്കിൽ, അത് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ജന്മത്തിൽ ജ്ഞാനയോഗം കൊണ്ട് തന്നെ സിദ്ധി നേടാം. ഫലത്തിൽ 2 കൂട്ടരും സിദ്ധി നേടുന്ന, ലക്ഷ്യത്തിലെത്തുന്ന ഒന്ന് തന്നെ ആയിരിക്കുന്ന അർത്ഥം. അപ്പം ഡയറക്റ്റ് കുറെ ശാസ്ത്രം പഠിച്ചു എന്നർത്ഥമുണ്ട് മുക്തി ആകില്ല. ശാസ്ത്രത്തെ അനുസരിച്ച് കർമ്മശുദ്ധി വരുത്തണം എന്നർത്ഥം. അപ്പം ചില ആൾക്കാർ പൂർവജന്മാർജിതമായിട്ടുള്ള കർമ്മശുദ്ധി വന്ന ആൾക്കാർ ഈ ജന്മത്തിൽ ജനിക്കുമ്പോൾ തന്നെയോ ഇല്ലെങ്കിൽ ചെറുപ്പകാലത്ത് തന്നെ ജ്ഞാനിയായിട്ട് മാറാം, സന്യാസിയായിട്ടും മാറാം. ജന്മത്തിൽ തന്നെ സന്യാസിയായിട്ട് ജനിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ളവർ ആ ജന്മത്തിൽ ജ്ഞാനയോഗം, നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ അവർ ജ്ഞാനയോഗത്തിലൂടെ തന്നെ സിദ്ധി നേടിയെന്ന് പറയാം. അവർക്ക് പൂർവജന്മാർജിതമായിട്ട് കർമ്മശുദ്ധി വന്നിട്ടുണ്ടാകുന്നും കൂടെ മനസ്സിലാക്കണം. കാരണം ഭഗവാൻ ഒരു തത്വം പറഞ്ഞത് കർമ്മയോഗത്തിൽ പറഞ്ഞത് ഓർത്തിരുന്നോണം. നകി കച്ചിക്ഷണം അഭിജാതുതിഷ്ഠത്യ കർമ്മക കാര്യദേഹ്യ വശകർമ്മ സർവപ്രഗതിയായി. ഈ സൃഷ്ടിയുടെ വ്യവഹാരം തന്നെ കർമ്മമാണ്. അപ്പൊ കർമ്മം ഇല്ലാതെയാകെ ഒന്നും ചെയ്യാതിരുന്നാൽ അവൻ സിദ്ധി നേടുമെങ്കിൽ എളുപ്പമായില്ലേ? അത് നടക്കില്ല. നമ്മൾ ചെയ്യാനൊക്കെ ചെയ്ത് തീർത്തിട്ട് വീണ്ടും ജനിക്കേണ്ടി വന്നാൽ അത് അനുഭവജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് അവൻ ജ്ഞാനിയായിട്ട് മാറുന്നതും
കർമ്മയോഗം കൃത്യമായിട്ട് ചെയ്ത് തീർത്ത് അനുഭവജ്ഞാനത്തിലൂടെ സിദ്ധിയിലേക്ക് എത്താനും സാധിക്കുന്ന. പിന്നെ 2 മാർഗം സ്വീകരിച്ചാലും എത്തുന്ന ഒരു സ്ഥലത്തായി. ജ്ഞാന മാർഗം സ്വീകരിച്ചുകൊണ്ടും സിദ്ധി ജീവൻ മുക്തിയിലേക്ക് എത്താൻ സാധിക്കും. കർമ്മയോഗത്തിലൂടെയും സിദ്ധി നേടാൻ സാധിക്കും. പക്ഷേ യഥാർത്ഥ ജ്ഞാനം ലഭിക്കണമെങ്കിൽ എക്സ്പീരിയൻസ് നോളജ് വേണം, തത്വദർശനം. അല്ലാതെ ശാസ്ത്ര പഠനം കൊണ്ടോ പുസ്തക ജ്ഞാനം കൊണ്ടോ ഒരു ഗുരുവിൻ്റെ അടുത്ത് സദുപദേശം കിട്ടിയത് കൊണ്ടോ മാത്രം ചിലപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഒരു മിനിറ്റ് കൊണ്ട്, ഒരു സെക്കൻഡ് സമയം കൊണ്ട് ചിലപ്പോൾ സിദ്ധി നേടാൻ സാധിക്കും. പക്ഷേ ആ ഒരു ക്വാളിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു യോഗ്യത ഈ ജന്മത്തിലല്ല പൂർവ്വജന്മത്തിൽ നേടിയിട്ടുണ്ടാകണം. എന്തായാലും കർമ്മയോഗത്തിലൂടെ അല്ലാതെ കർമ്മശുദ്ധി വരില്ല. എന്നാൽ എല്ലാ കർമ്മങ്ങളും ദോഷമുണ്ടെന്നും പറഞ്ഞു. കാരണം എന്താ? ഈ എല്ലാ കർമ്മങ്ങൾക്കും ഉള്ള ദോഷം എന്താന്ന് ഞാൻ പറഞ്ഞു. ഓർമ്മ വെച്ചോളണം. നമ്മൾ റിപ്പീറ്റായിട്ട് ഒരു കാര്യം ചെയ്താൽ അത് നമ്മുടെ വാസനാബലത്തെ സൃഷ്ടിക്കും. നല്ലത് ചീത്തയായിക്കോട്ടെ, ആ കർമ്മം ചെയ്യാനുള്ള വാസനാബലം ഉണ്ടാകും. അപ്പോൾ അത് ചെയ്തുകൊണ്ടേയിരിക്കും, വീണ്ടും ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ കർമ്മവാസനാബലം കൂടിയാലോ അതും പ്രശ്ന. അപ്പോൾ ശുദ്ധി വന്നാലും വീണ്ടും അതേ കർമ്മബന്ധനത്തിൽപ്പെടാം. അതുകൊണ്ടാണ് നിർദ്വന്ദ്വാവസ്ഥയിൽ സന്യാസിമാർ ചെയ്യുന്ന പോലെ നിർദ്വന്ദ്വാവസ്ഥയിൽ അഥവാ നിസ്സംഗാവസ്ഥയിൽ ഇരിക്കണം. ബ്രഹ്മനിഷ്ഠന്മാരായാലും കർമ്മയോഗികളായാലും നിസ്സംഗഭാവത്തിൽ പ്രവർത്തിക്കണം, നിർദ്വന്ദ്വഭാവത്തിൽ പ്രവർത്തിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? അത് ഫർദർ വാസനാബലത്തെ ഉണ്ടാക്കാതിരിക്കും. അതാണ് ഫലേച്ഛയില്ലാതെ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗോച്ചത എന്നൊക്കെ ഭഗവാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ സന്യാസം എന്ന് പറയുന്നത് കേവലം വേഷം മാറ്റുന്നതല്ല, ഒരാശ്രമത്തിൽ പോയി ചേരലല്ല. ജ്ഞാനനിഷ്ഠൻ കിട്ടണമെങ്കിൽ ജ്ഞാനനിഷ്ഠന്മാരായിട്ടുള്ള സന്യാസിമാർ എത്തുന്ന അതേ മാർഗത്തിൽ സാധാരണക്കാർക്കും എത്താൻ സാധിക്കും. പക്ഷെ എന്ത് വേണം? ജ്ഞാനയോഗത്തെയും കർമ്മയോഗത്തെയും ഒന്നായി കാണണമെന്ന് പറഞ്ഞാൽ കർമ്മയോഗം ചെയ്യാത്ത ആൾക്ക് യഥാർത്ഥ ജ്ഞാനം ലഭിക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ ജ്ഞാനം ഏതാ? അനുഭവജ്ഞാനം. അനുഭവജ്ഞാനം ഉണ്ടെങ്കിൽ അനുഭവിക്കണ്ടേ? ജ്ഞാനം എന്താന്ന് അനുഭവിച്ചറിയും. അനുഭവിച്ചറിയണമെങ്കിൽ അതിനുള്ളത് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക തന്നെ വേണം. പഞ്ചാരയ്ക്ക് മധുരം ഉണ്ടെന്ന് പറഞ്ഞാലേ അത് നാക്കുന്നുപ്പത്ത് എത്താതെ മധുരമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അറിവ് വെച്ചുകൊണ്ട് മധുരം എന്താണെന്ന് മനസ്സിലാവും. മധുരം ഉണ്ടെന്ന് അറിയുന്നത് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, വേറെ ആൾ പറയുന്നതും പഞ്ചസാരയ്ക്ക് മധുരം ഉണ്ടെന്ന് പറയുന്നത് തിയററ്റിക്കലി നിങ്ങൾ ഡോക്യുമെൻ്ററി അത് ശരി മധുരം ഉണ്ടെന്ന് എഴുതി വെച്ചു, അത് ജ്ഞാനമാണ്. പക്ഷേ ആ മധുരം എങ്ങനെ അനുഭവിച്ചറിയും? അനുഭവിച്ചറിയെങ്കിൽ അതെടുത്ത് നക്കി നോക്കണം. അപ്പം അത് കർമ്മയോഗമായിപ്പോയില്ലേ? അപ്പോൾ ജ്ഞാനത്തെ സാക്ഷാത്കരിക്കലായി. അപ്പോൾ ഉറപ്പ് വന്നു. അപ്പോൾ കർമ്മയോഗം ചെയ്താലും ജ്ഞാനയോഗത്തിലേക്ക് ഉറപ്പ് വരണം എന്നുണ്ടെങ്കിൽ കർമ്മയോഗം അനുഷ്ഠിക്കുക തന്നെ വേണം. അതുകൊണ്ട് കർമ്മയോഗിയായാലും ജ്ഞാനയോഗിയായാലും ഒന്നാമത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു രഹസ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനയോഗിയായിട്ട് ഈ ജന്മത്തിൽ ഇരിക്കുന്ന ഒരാൾ പൂർവ്വജന്മത്തിൽ തന്നെ അതിനുള്ള പക്വത നേടിയിട്ടുണ്ടാവും കർമ്മത്തിലൂടെ. ഇല്ലെങ്കിൽ ജ്ഞാനത്തെ ആശ്രയിച്ച് നിലനിൽക്കാൻ സാധ്യമല്ല. ഈ ജ്ഞാനയോഗികളായിട്ടുള്ളവരും പോയിട്ട് ബ്രഹ്മബന്ധനത്തിൽ പെടും. എങ്ങനെയാ? മറ്റുള്ളവർ പറയണ കേൾക്കോ? ഇല്ലെങ്കിൽ ഏതെങ്കിലും വാസനാബലം കിടക്കുന്നുണ്ട്, ആ കർമ്മം പോയി ചെയ്തിട്ട് ബന്ധനത്തിൽപ്പെടും. അപ്പോൾ വീണ്ടും കർമ്മശുദ്ധി നഷ്ടപ്പെടും, ബന്ധനത്തിലാവും. അപ്പോൾ മോക്ഷപ്രാപ്തി ഉണ്ടാകില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കർമ്മയോഗിക്ക് ഇത് പറ്റാം, ജ്ഞാനയോഗിക്കും പറ്റാം. ഫലത്തിൽ
വളരെ ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം തത്പര സംയതേന്ദ്രിയാജ്ഞാനം ലത്വ പരാം ശാന്തി ആചിരേണാധിഗച്ഛതി. ശ്രദ്ധയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് യഥാർത്ഥ ജ്ഞാനം ലഭിക്കും. ജ്ഞാനം ലഭിക്കണമെങ്കിൽ ആചിരേണാധിഗച്ഛതി എന്ന് പറഞ്ഞു. പിന്നെ ആ ആചാരങ്ങളെ വീഴ്ച വരുത്താതെ തുടർന്നു കൊണ്ടുപോയാലേ പരാം ശാന്തിയിലേക്കെത്തൂ. പരമമായ ശാന്തിയാണ് ആത്മസ്വരൂപം. അത് നിലനിർത്തണമെങ്കിലും അത് സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിലും ആചിരേണാധിഗച്ഛതി. കുറച്ച് ചെയ്തിട്ട് പിന്നെ വിട്ടുകൊഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ജ്ഞാനം ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അനങ്ങാതിരുന്നാലോ? നമ്മൾ ഭഗവാന്റെ റേഞ്ചിൽ നിന്ന് പുറത്തു പോവും, പിന്നെ എന്തിനെങ്കിലും പോയി പെടും. അതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് സന്യാസസ്തു മഹാഭാഗോ ദുഃഖമാപ്തം അയോഗത യോഗയുക്തോ മുനിർബ്രഹ്മ ന ആചിരേണാധിഗച്ഛതി. കണ്ടോ, ഇവിടെയും ഭഗവാൻ ആചിരേണാധിഗച്ഛതി എന്ന് പറയും. മഹാബാഹു ആയിരിക്കുന്ന അർജുന, സന്യാസ തു അയോഗത, സന്യാസമാകട്ടെ കർമ്മയോഗം കൂടാതെ ആപ്തം ദുഃഖം പ്രാപിക്കാൻ പ്രയാസമാണ്. യോഗയുക്ത മുനി, കർമ്മയോഗയുക്തനായിരിക്കുന്ന മുനി ന ചിരേണ ബ്രഹ്മ, വേഗത്തിൽ ബ്രഹ്മത്തെ അധിഗച്ഛതി പറഞ്ഞാൽ, അല്ലയോ അർജുന, സന്യാസമാകട്ടെ കർമ്മയോഗം അനുഷ്ഠിക്കാതെ പ്രാപിക്കാൻ പ്രയാസമാണ്. കർമ്മയോഗയുക്തനായിരിക്കുന്ന മുനി വേഗത്തിൽ ബ്രഹ്മപദം പ്രാപിക്കും. കർത്തൃത്വാഭിമാനം ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തെയാണ് കർത്തൃത്വാഭിമാനം എന്ന് പറയുന്നത്. ഉപേക്ഷിക്കാതെയുള്ള കർമ്മപരിത്യാഗം യഥാർത്ഥ കർമ്മസന്യാസമാവില്ല. കർത്തൃത്വാഭിമാനം, ഞാൻ ചെയ്യുന്നു എന്നുള്ള, ഞാൻ ജ്ഞാനിയാണ്, ഞാൻ ഈ കർമ്മം ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ കർമ്മയോഗിയുമാവില്ല. അവനിട്ട് കർമ്മ പരിത്യാഗം ചെയ്യാൻ സാധ്യത. കർമ്മസന്യാസികളാകുക, കർമ്മപരിത്യാഗം ചെയ്യാത്ത ആൾക്ക് സന്യാസിയുമാകാൻ പറ്റില്ല. അതായത് ഇതിനെന്താ കാരണം? വാസനാമാലിന്യങ്ങൾ അകന്ന അന്ധകരണ ശുദ്ധി നേടിയവന് മാത്രമേ കർത്തൃത്വാഭിമാനം ഉപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തെന്നാൽ മുമ്പ് പറഞ്ഞ നിർദ്വന്ദ്വ അവസ്ഥ അപ്പോൾ മാത്രമേ കൈവരികയുള്ളൂ. എന്നാൽ കർമ്മയോഗത്തിലൂടെ ഫലാകാംക്ഷ ഇല്ലാതെ ലോകോപകാരാർത്ഥം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിലൂടെ ക്രമേണ വാസനാമാലിന്യങ്ങളാകുന്ന അന്ധകരണ ശുദ്ധി നേടാൻ കഴിയും. അകന്ന് വാസനാമാലിന്യങ്ങൾ ഇല്ലാതെയായിട്ട് അന്ധകരണ ശുദ്ധി നേടാൻ സാധിക്കും. അപ്പോൾ കർമ്മസന്യാസത്തിന് അയാൾ അർഹനാകുകയും ചെയ്യും. യോഗം അനുഷ്ഠിക്കാതെ കർമ്മസന്യാസത്തെ പ്രാപിക്കാൻ പ്രയാസമാണെന്നും പറഞ്ഞതിൻ്റെ പൊരുൾ ഇത് തന്നെയാണ്. എന്തായാലും മനുഷ്യജന്മം കിട്ടിയ ഈ ശരീരം കിട്ടിയിരിക്കുന്നത് എന്തിനാ? എന്തെങ്കിലുമൊക്കെ കർമാനുഷ്ഠാനം ചെയ്യണം. നക്കി ഗച്ഛിക്ഷണം അപ്പം ജാതൃഷ്ട. അപ്പം കർമ്മ യോഗം അനുഷ്ഠിക്കാതെ രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ടതർത്ഥം. ചിലർ പോയിട്ട് സന്യാസം സ്വീകരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഈ കർമ്മബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഈ കുടുംബവും പ്രാരാബ്ധവും ഒന്നും വേണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. സന്യാസിയായ പിന്നെ ഇതൊന്നും വേണ്ടല്ലോ എന്നാണ് വിചാരം. പക്ഷേ അതിലും വലിയ പ്രാരാബ്ധത്തിലേക്ക് പോയി പെട്ടവരെ അറിയാൻ എനിക്ക്. പെട്ടു എന്ന് പറഞ്ഞു ഒരു പുഷ്പാഞ്ജലി സ്വാമിയാർ തന്നെ. അങ്ങ് എങ്ങനെയാ സന്യാസം സ്വീകരിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടതാന്ന് പറഞ്ഞു. എന്നാൽ എന്നെ പെടുത്തരുതെന്ന് ഞാൻ പറഞ്ഞു. എന്നോട് സന്യാസം സ്വീകരിക്കാതെ അങ്ങയുടെ പ്രാരാബ്ധമൊക്കെ തീർന്നല്ലോ, ആയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങ് എങ്ങനെ സന്യാസം സ്വീകരിച്ചതെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞതെന്താ? ഞാൻ പെട്ടതാ, ഞാനെങ്ങനെ ആയെന്ന് ചോദിക്കണ്ടെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞ കേട്ടിട്ട് ഞാൻ സന്യാസി ആയെങ്കിൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഇനി എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണേ തന്നെ എൻ്റെ മഠത്തിൽ ഇരുന്നുകൊണ്ടേ, ഞാൻ ഏത് മഠത്തിൽ ഏത് പാരമ്പര്യത്തിലാണോ സന്യാസം സ്വീകരിച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ടേ പറഞ്ഞു തരാൻ പറ്റും. അതിനെല്ലാം ചില പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടെന്നർത്ഥം. അപ്പം സന്യാസി ആയാലും വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്നർത്ഥം. അതെല്ലാം ഒരു പക്വതയാണ്.
നമ്മൾ കർമ്മത്തെ ഉപേക്ഷിക്കേണ്ട ഘട്ടം എപ്പോൾ വരുന്നുള്ളത് ഏത് വേഷം കെട്ടിയാലും വേണ്ടില്ല. നിങ്ങളുടെ കർമ്മബന്ധനം തീരാതെ, അഥവാ തീർന്നു എന്ന് നിങ്ങൾ ധരിച്ചിട്ട് പോയാൽ തീരാതിരുന്നാൽ വീണ്ടും വരേണ്ടി വരും. മോക്ഷം എന്ന് പറയാം. സന്യാസി വേഷം കെട്ടിയിട്ട് ശങ്കര പാരമ്പര്യത്തിൽ ശ്രേഷ്ഠമായ മാർഗത്തിൽ പോയിട്ട് സന്യാസം സ്വീകരിച്ചാലും ഇവിടെ കർമ്മശുദ്ധി വന്നിട്ടില്ലെങ്കിൽ ആ സന്യാസിക്കും ആത്യന്തികമായ സമാധിയിലേക്ക് എത്താൻ സാധിക്കില്ല. ആ വ്യക്തി വീണ്ടും പൂർവാശ്രമത്തിൽ തന്നെ വന്ന് ജനിക്കും ചിലപ്പോൾ. ഏതെങ്കിലും തരത്തിൽ കർമ്മം ബാക്കിയുണ്ടോ സന്യാസി ആയാലും. അതുകൊണ്ടാണ് കർമ്മയോഗം ശ്രേഷ്ഠമാണെന്ന് പറയാൻ കാരണം. കർമ്മശുദ്ധി കർമ്മത്തിലൂടെ അല്ലാതെ വരില്ല. അപ്പൊ കർമ്മം ചെയ്യാതിരുന്നാൽ സന്യാസി ആകില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഗതിയാണ്. അപ്പൊ നമ്മൾ ഏത് തരത്തിലെ കർമ്മം ബാക്കി വെച്ചാലും ആ കർമ്മം പൂർത്തീകരിക്കണം. പൂർത്തീകരിക്കാത്തപ്പോൾ ഞാനിപ്പോൾ ബാക്കി എല്ലാ ബന്ധനങ്ങളും പ്രാരാബ്ധങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് അവിടെ വന്നിരിക്കണം. എല്ലാം ഇനി ഒന്നും ബാക്കിയില്ല. ഉപേക്ഷിക്കാന്ന് പറയുന്ന പ്രശ്നമില്ല. കാരണം എന്താ, ഒന്നും ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഒരു കർമ്മം ബാക്കിയില്ല. ആകെ ബാക്കിയുള്ളത് ഈ ആധ്യാത്മിക രംഗത്തെ പ്രവർത്തനം മാത്രം. അത് ചെയ്താലും ചെയ്തില്ലേലും ഒന്നും എൻ്റെ കർമ്മശുദ്ധിക്കൊന്നും കോട്ടം വരുമൊന്നുമില്ല. കാരണം അത് അത്രമാത്രം പ്യൂരിറ്റി കിട്ടിയെന്ന് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഞാൻ ചെയ്തുകൊണ്ടായിരിക്കണം. കാരണം എന്താ, ഭഗവാൻ പറഞ്ഞ ഒറ്റ പോളിസി, നഹി കച്ചിക്ഷണം അഭിജാതുഷ്ഠത്യ കർമ്മം. ജനിച്ചാൽ മരണം വരെ അനങ്ങാതിരിക്കരുത്. രാത്രിയായാലും പകലായാലും അനങ്ങാതിരിക്കരുത്. പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. മരണം വരെ, അവസാന ശ്വാസം ശരീരത്തിൽ നിന്ന് വിടുന്ന വരെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അല്ലാതെ കർമ്മത്തെ ഉപേക്ഷിച്ചാൽ സന്യാസിയൊന്നും ആവില്ല. ഞാനിപ്പോൾ എല്ലാം ഉപേക്ഷിച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞാലും ഇതും കൊണ്ട് ഞാൻ സന്യാസാവും. ശരിക്ക് നമ്മൾ നിസ്സംഗഭാവത്തിൽ എൻ്റെയൊന്നും ഞാനെന്നുള്ള ഭാവമില്ലാതെ മഠത്തിലായാലും എവിടെയായാലും വീട്ടിൽ പോയി നിന്നാലും ഇവിടെ നിന്നാലും വേറൊരിടത്ത് പോയി നിന്നാലും ഒക്കെ നമുക്ക് നിസ്സംഗനായിക്കൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ഇതാണ് ഒരു സന്യാസത്തിൻ്റെ അവസ്ഥയും. അപ്പം ഞാൻ കർമ്മയോഗം ചെയ്താലും ചെയ്തില്ലേലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു ബന്ധനമല്ല എന്നർത്ഥം. ഇതാണ് ശരിക്കും സന്യാസത്തിൻ്റെ മാനദണ്ഡത്തിലപ്പം നിൽക്കുന്നതെന്നർത്ഥം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സന്യാസം സ്വീകരിക്കാനും പറ്റില്ല, അതിനും തടസ്സമൊന്നുമില്ല. പക്ഷെ ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടുണ്ട് മാതൃകയാകണം മറ്റുള്ളവർക്ക്. ഗൃഹസ്ഥാശ്രമിയായിരുന്നുണ്ട്. അപ്പോൾ സന്യാസത്തിൻ്റെ ശ്രേഷ്ഠത എന്തെന്ന് സന്യസിക്കാതെ ഇരിക്കുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. സന്യാസിമാരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവരൊക്കെ പോയി ബന്ധനത്തിൽ പെട്ടിരിക്കുക. അവർ ക്ലിയറൻസ് കിട്ടിയിട്ടല്ല സന്യാസി ആയേക്കണം. അതുകൊണ്ട് 100 കൂട്ടം പ്രാരാബ്ധങ്ങളാണ്. എന്നെ സന്യാസം സ്വീകരിക്കാൻ പറഞ്ഞ സ്വാമി തന്നെ 300 കേസാണ് മൂപ്പരുടെ പേരിലുള്ളത്. സന്യാസം സ്വീകരിച്ചതിന് ചേട്ടം ഉണ്ടായതാണ്. പോലീസ് കേസും കോടതി കേസും ഒക്കെ ആയിട്ട്. എങ്ങനെ ഒരു സന്യാസിക്ക് ഇങ്ങനെ കേസ് വന്നു? എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഒരു കേസും ഇല്ലല്ലോ. ഒരു കേസും ഇല്ല. ഞാൻ എപ്പോഴും ഒരു തരത്തിലുള്ള കടവുമില്ല. ദേവകടവും ഇല്ല, പിതൃകടവും ഇല്ല, ഒരു തരത്തിലുള്ള ഒരു കടവുമില്ല. ഒരു കേസും ഇല്ല എൻ്റെ പേരിൽ. ഞാൻ ആരുടെ പേരിലോട്ട് കേസും കൊടുത്തിട്ടുമില്ല. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നർത്ഥം. ഞാൻ അതെന്തായെന്ന് അന്വേഷിച്ച് പോകാൻ ഒന്നും പ്രശ്നമില്ല. അപ്പം കർത്തൃത്വം നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ജ്ഞാനികളായാൽ പോലും സന്യാസി ആയാലും വേണ്ടില്ല, സന്യാസത്തിന് ഒരു പേര് പ്രത്യേകമായിട്ട് അലോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? സന്യാസം സ്വീകരിക്കുമ്പോൾ അവർക്കൊരു പേരും കൊടുക്കും. ബ്രഹ്മാനന്ദ തീർത്ഥമല്ലോ, പരമേശ്വരാനന്ദ തീർത്ഥം, ഇങ്ങനെയൊക്കെ ഒരു തീർത്ഥ പേര് കൊടുത്താലും അവരും ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്ന് പറയും അല്ലേ? ഈ ഞാൻ എന്ന കർത്തൃത്വ അഭിമാനം ഉള്ളിടത്തോളം കാലം അവൻ സന്യാസിയല്ല. വേഷം മാറിക്കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നർത്ഥം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഭഗവാനുമായിട്ടുള്ള ആ സാക്ഷാത്കാരത്തിലേക്ക് കേവലം 2 അങ്കുലത്തിൻ്റെ വ്യത്യാസത്തിലായിരിക്കണം. ഒരങ്കുലത്തിൽ ഞാനും ഒരങ്കുലത്തിൽ എൻ്റെയും കുറ്റിയടിച്ച് വെച്ചേക്കാം. ഇവിടുന്നൊന്ന് പുറത്ത് ചാടണ്ടേ? അത് കുറ്റി ഇളക്കണമെങ്കിൽ എന്താ ഇപ്പം മാർഗം?
അതിനുള്ള മാർഗത്തിലേക്കാണ് ഭഗവാൻ അനുഷ്ഠാനങ്ങളിലൂടെ എന്ന് പറഞ്ഞ ആചിരേണാദി ഗച്ഛതി എന്ന് പറയണം. അതിനെ ഇളക്കാൻ ശ്രമിച്ചാലേ ഇളക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് കർമ്മയോഗം അനുഷ്ഠിക്കാതെ കർമ്മസന്യാസത്തെ പ്രാപിക്കാൻ ഒരു ജ്ഞാനിക്ക് സാധ്യമല്ല. അപ്പൊ കർമ്മം ചെയ്യാതെ കർമ്മസന്യാസം സാധ്യമല്ല. അവൻ ജ്ഞാനിയായിരുന്നാലും വേണ്ടില്ല. ജ്ഞാനം ലഭിക്കണമെങ്കിൽ കർമ്മം ചെയ്ത അനുഭവജ്ഞാനം തത്വത്തെ അനുഭവിച്ചറിയണം, തത്വദർശികളായിട്ട് മാറണം. അപ്പോൾ മാത്രമേ അവൻ എല്ലാം ഉപേക്ഷിക്കാൻ സാധിക്കൂ. ഇല്ലേ പിന്നെ വാസനാബലം ഉണ്ടാകും. അപ്പൊ യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മാ ഭൂതാത്മാ കുർവന്നപീന ലഭ്യതേ. ജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും, വിശുദ്ധാത്മാ മനോമാലിന്യങ്ങൾ ഇല്ലാത്തവനും, വിജിതാത്മാ മനസ്സിലെ വിക്ഷേപങ്ങളെ ഒതുക്കിയവനും, ഭൂതാത്മാ അതായത് സകല ജീവരാശികളുടെയും ആത്മാവ് തൻ്റെ ആത്മാവ് തന്നെയാണെന്ന് സാക്ഷാത്കരിച്ചവനും. ഈ സാക്ഷാത്കരിക്കാന്ന് പറഞ്ഞാൽ തന്നെ അനുഭവജ്ഞാനമാണ്. സത്യത്തെ അറിഞ്ഞവൻ എന്നർത്ഥം സാക്ഷാത്കരിച്ചവൻ എന്ന് പറഞ്ഞാൽ. യോഗയുക്ത കുർവൻ കർമ്മയോഗി കർമ്മം ചെയ്യുന്നു എങ്കിലും അപ്പി ന ലഭ്യതേ ലേപനം ചെയ്യപ്പെടുന്നില്ല, ബന്ധപ്പെടുന്നില്ല എന്നർത്ഥം. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും മനോമാലിന്യം അറ്റവനും മനസ്സിന്റെ വിക്ഷേപങ്ങളെ ഒതുക്കിയവനും സകല ജീവരാശികളുടെയും ആത്മാവും തൻ്റെ ആത്മാവും ഒന്നു തന്നെ എന്ന് സാക്ഷാത്കരിക്കണം. സാക്ഷാത്കരിച്ചവനുമായിരിക്കുന്ന കർമ്മയോഗി കർമ്മം ചെയ്താലും അത് ബന്ധകാരണമാകില്ല. അവന് ഞാൻ ചെയ്യുന്നു എന്നുള്ളതോ എൻ്റെ എന്നുള്ള ബോധം വിട്ടവനായിരിക്കുന്ന അർത്ഥം. ഇവിടെ ആത്മാവ്, അതായത് മറ്റ് ജീവജാലങ്ങളിലുള്ള ജീവാത്മാവും തൻ്റെ ജീവാത്മാവും ഒന്നാണെന്ന് സാക്ഷാത്കരിക്കണം എന്നാ പറഞ്ഞത്. സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അനുഭവിച്ചറിയാന്നർത്ഥം. എങ്ങനെയപ്പം മറ്റുള്ളവരുടെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ജീവനും എൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവനും ഒന്നാണെന്ന് ഞാൻ അനുഭവിച്ചറിയണം. ഇതേപോലെ നിങ്ങളും ഓരോരുത്തർ അനുഭവിച്ചറിയണം. നിങ്ങളിലുള്ള ആത്മാവ് തന്നെയാണ് എൻ്റെ ശരീരത്തിലിരിക്കുന്ന ആത്മാവും, എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ശരീരത്തിലിരിക്കുന്നത് എന്നും അനുഭവിച്ചറിയണം. എങ്ങനെ അനുഭവിച്ചറിയാം? അത് ഒരു ലെവലിലെത്തിയാൽ അനുഭവിച്ചറിയാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ രണ്ടും രണ്ടായിട്ട് നിൽക്കും, പലതും പലതായിട്ട് നിൽക്കും. എങ്ങനെയാ? ആ ഒരു ലെവലാണ് ഭഗവാൻ 10ാം യോഗത്തിൽ 10ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. മച്ചിത്ത മദ്ഗത പ്രാണ മോധയന്ത പരസ്പരം. അതായത് നമ്മുടെ മനസ്സിൻ്റെ വിക്ഷേപങ്ങളും നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ചിന്തകളും ചിന്തയും വാക്കും പ്രവൃത്തിയും ഒക്കെ ഒരേ ലെവലിലേക്ക് എത്തണം. അപ്പോഴാണ് നമ്മളിലുള്ള ആത്മാവ് ഒന്ന് ആണ് എന്നുള്ള ഭാവം നമ്മൾ അനുഭവിച്ചറിയും. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള തോന്നൽ ഞാൻ മനസ്സിലാക്കണം, നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കണം, ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇതെങ്ങനെ മനസ്സിലാക്കാം? ഉദാഹരണത്തിന് ഞാൻ പറയാം. ഞാൻ ചില പ്രഭാഷണങ്ങളൊക്കെ ഒന്ന് നെച്ചൂര് വെങ്കട്ടരാമൻ്റെ പ്രഭാഷണം കേൾക്കാറ്, ഇല്ലെങ്കിൽ ഗിരീഷ് കുമാറിൻ്റെ. അപ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്ന അതേ ആത്മാവാണ് അവരുടെ ഉള്ളിലിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാക്ഷാത്കരിക്കുന്നത് എങ്ങനെയാണ്? അവര് ഒരു വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇനി അവരുടെ വായിൽ നിന്ന് ഇന്ന വാക്കായിരിക്കും വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവർ പറയുന്ന അതേ വാക്കായിരിക്കും. ഇതാണ് സാക്ഷാത്കാരം. നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഇന്നതാണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ സാധിച്ചാൽ ഞാനും നിങ്ങളും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരേ ഭാവമാണെന്ന് മനസ്സിലാവും. നിങ്ങൾ ഭൗതിക കാര്യങ്ങളിൽ പോലും ഇത് കാണാൻ സാധിക്കും. നിങ്ങൾ ഒരു വീട്ടിൽ കയറി ചെന്നാൽ, ഇല്ലെങ്കിൽ നിങ്ങൾ കാണണമെന്ന് വിചാരിക്കുന്ന ആളെ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമാകും. നിങ്ങൾ ഒരാളെ വിളിക്കണം എന്ന് വിചാരിക്കുമ്പോഴത്തേനും ആ വ്യക്തി നിങ്ങളെ വിളിച്ചിരിക്കും. നിങ്ങൾ ഒരു കാര്യം ഒരാളെ കൊണ്ട് ചെയ്യിക്കണം എന്ന് വിചാരിച്ചാൽ
അത് പറയാതെ തന്നെ ആ വ്യക്തി ചെയ്തു കൊണ്ടുവരും. ഞാനിപ്പോ ഇവിടെ ഇരുന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഇവിടെ ഇരുന്ന ആളോട് ഞാൻ പറഞ്ഞു, ഒരു നായ ഇതിനിടയ്ക്ക് ഓടിപ്പോലുണ്ട്. ഇപ്പൊ അത് വന്ന് വരൽ നിന്നു. നിൽക്കേണ്ട സമയമായാൽ നിൽക്കും. ഞാൻ 2 വശവും വഴി അടച്ചു. അത് ഇതിലെ കടന്നു പോകുമ്പം ഭയങ്കര ധൃതി പിടിച്ച് പേടിച്ചിട്ടാ ഉടനെ. പക്ഷേ ഗേറ്റിലെത്തണേൻ്റെ അങ്ങോട്ട് എത്തണേന് മുമ്പ് തിരിഞ്ഞു നോക്കുമെന്ന് ഞാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കി. ഇവിടെ ഇരുന്ന ആൾക്കാരോട് പറഞ്ഞു, എന്താ നോക്കിക്കോളൂ, ഇപ്പൊ തിരിഞ്ഞു നോക്കുമെന്ന് പറഞ്ഞു. ഇതാ തിരിഞ്ഞു നോക്കി. ഇതാണ് തന്മയീഭാവം വരിക എന്ന് പറയുന്നത്. ഒരു ജീവജാലം, മറ്റ് ജീവികൾ പോലും അടുത്ത സ്റ്റെപ്പ് എന്താ എടുക്കുന്നതെന്ന് നമുക്ക് ഗസ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിച്ചാൽ, അത് അതേപടി ചെയ്യുകയും ചെയ്താൽ അതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. ഭക്തിയുടെ ലെവൽ ഒരേപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അത് സ്ഥാനത്ത് നിൽക്കുന്ന അവസ്ഥയും മറ്റുള്ളവർ, ഇപ്പം ഭാര്യയും ഭർത്താവും ഒരേപോലെ, ഇതൊക്കെ മനസ്സിലാക്കാൻ എളുപ്പം അതാ. അത് മനസ്സിലാക്കിയാലേ നമുക്ക് ബാക്കിയുള്ളവരേക്കും ബാധിക്കുന്നത് തിരിച്ചറിയാം. അപ്പം ഭാര്യയും ഭർത്താവും ഒരേപോലെ ഭക്തിയുടെ ലെവലിൽ നിൽക്കുന്നവരാണെങ്കിൽ, ഒരല്പം മാത്രമെങ്കിലും സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും തന്മയീഭാവം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇപ്പം എന്താ പറഞ്ഞേ, ഇപ്പം ഗൂഗിൾ മീറ്റിൽ നമ്മൾ അവിടെ ഇവിടെ ഓരോ സ്ഥലത്തായിരിക്കുന്നത്. ഒരാൾ ഇപ്പം ഉറങ്ങുമെന്ന് ഞാൻ തീരുമാനിച്ചു, ഇതായിരുന്നു ഉറങ്ങാണ്. മനസ്സിലായില്ലേ? അദ്ദേഹം അധികം താമസിയാതെ ഉറങ്ങിപ്പോകുമെന്ന് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് വിചാരിച്ചേ ഉള്ളൂ. അദ്ദേഹം ഉറങ്ങിപ്പോയി. അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല. ഇതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പം മറ്റൊരാളുടെ ഉള്ളിലിരിക്കുന്ന ജൈവാത്മാവ് അടുത്ത സ്റ്റെപ്പ് ആ ശരീരം കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ സാധിച്ചാൽ അതാണ് മറ്റൊരാത്മാവിനെ സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാ ജീവജാലങ്ങളിലെയും ജീവാത്മാവിനെ നമ്മൾ അറിയാൻ ശ്രമിച്ചാൽ അതാണ് മറ്റ് ജീവാത്മാക്കളെ സാക്ഷാത്കരിക്കുക. ആചിരേണ ബ്രഹ്മവധം പ്രാപിക്കുമെന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞത് യോഗയുക്തമായ മുനിയുടെ അവസ്ഥയാണ് ഇവിടെ വിവരിച്ചത്. അതായത് ഇന്ദ്രിയങ്ങളെ ജയിച്ചവനെ സാധിക്കൂ. മനോമാലിന്യങ്ങൾ, ഒരു തരത്തിലുള്ള മനോമാലിന്യങ്ങളും ഇല്ലാതിരിക്കുന്നവനും, ഇന്ദ്രിയങ്ങളെ വിക്ഷേപങ്ങളെ, മനസ്സിന്റെ വിക്ഷേപങ്ങളെയും അടക്കിയിരിക്കുന്നവനും, സകല ജീവരാശികളുടെ ആത്മാവും തൻ്റെ ആത്മാവും ഒന്നു തന്നെയാണെന്ന് സാക്ഷാത്കരിച്ചവനുമായിരിക്കുന്ന യോഗി കർമ്മം ചെയ്താലും അത് ബന്ധകാരണമാകില്ല. ഇതെല്ലാവരെയും നമുക്ക് ഈ ലെവലിലേക്ക് എത്താനും സാധിക്കില്ല. നമുക്കത് സാധിച്ചാൽ ആരാണ് ഭക്തനെന്നോ ആരാണ് ഭക്തനല്ല എന്ന് തിരിച്ചറിയാം. അവരുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് ഒന്ന് തന്നെയാണെന്ന സായിയായിട്ട് നമുക്ക് മനസ്സിലാക്കിക്കൊള്ളണം. അത് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഈ ശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ടോ. എല്ലാ പ്രാണികളുടെയും ഉള്ളിലിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അഹമാത്മാ ഗൂഢാകേശ, നിന്റെ ഉള്ളിലും ഞാനാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ സാക്ഷാത്കരിച്ചാൽ മതി. പിന്നെ ഈ പ്രപഞ്ചത്തിലെ സകലതിനെയും വിശ്വമായിട്ട് അന്ന് മണ്ണുവിൽ വസിക്കുന്നതും ഈശാ വാസം ഇതി സർവം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് വസിക്കുന്ന. ഈശ്വരൻ ഒന്നാണെന്ന് ബോധ്യം വരുന്ന വ്യക്തി, അവന്റെ ആ ബോധ്യം വരണമെങ്കിൽ എന്ത് വേണം? ഇന്ദ്രിയ വിഷയങ്ങളും മനസ്സിനെ അടക്കി സംയമനത്തിൽ എത്തിച്ചവർക്ക് മാത്രമേ ഈ ബോധ്യം വരുള്ളൂ. എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് തന്നെയാണ് എല്ലാവരിലും ഇരിക്കുന്നതും. ഈ പ്രപഞ്ചം മുഴുവൻ ആകാശത്തിന്റെ കീഴിൽ ആകാശരൂപേണ വായുരൂപേണ നിറഞ്ഞു നിൽക്കുന്നത് ആ ശക്തി തന്നെയാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നതും. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും അത് വ്യത്യസ്ത ശരീരത്തിലോ സസ്യലതാദികളോ സൂര്യചന്ദ്രതകളികളോ അവരവരുടെ സ്വഭാവം കാണിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഒന്നാണെന്ന് സ്വയം അനുഭവിച്ച് മനസ്സിലാക്കണം. അതാണ് സാക്ഷാത്കാരം. അവർ വ്യത്യസ്തരായിക്കോട്ടെ, വ്യത്യസ്ത സ്വഭാവം ആയിക്കോട്ടെ, വ്യത്യസ്ത വാസനാമാലിന്യങ്ങൾ കാണിക്കുന്നവരായിക്കോട്ടെ, എന്നാലും അവരുടെ ഉള്ളിലിരിക്കുന്നത് ഒന്നാണെന്ന് മനസ്സിലാക്കണം. സ്വയം മനസ്സിലാക്കാൻ പോരാ, അനുഭവിച്ചറിയാം. അതെങ്ങനെ അനുഭവിച്ചറിയാ? അവിടെയാണ് യുക്തിവിചാരം ആത്മബോധത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും ചന്ദ്രാദി നക്ഷത്രഗോളങ്ങളും പക്ഷി മൃഗാദികളും സസ്യലതാദികളും 84 ലക്ഷം തരം ജീവജാലങ്ങളും നമ്മുടെ വീട്ടിലുള്ളവരും ആരും ഏത് ഭാവത്തിലിരിക്കുന്നവരായാലും വേണ്ടില്ല, അവരൊക്കെ ഒരേ ശക്തിയാണ് അവരിലൊക്കെ വർത്തിക്കുന്നത് എന്ന് നമുക്ക്
കാണാൻ സാധിക്കും, കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും. നമ്മൾ കാണുന്നതൊക്കെ ഈശ്വരനായിട്ട് കാണും. നിങ്ങൾക്ക് ഈശ്വരനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം ഈശ്വരനായിട്ട് കാണും. കേൾക്കുന്നതൊക്കെ ഈശ്വരന്റെ ശബ്ദമായിട്ട് കാണും. കഴിക്കുന്നതൊക്കെ, സ്വാദറിയുന്നതൊക്കെ ഈശ്വരന്റെ ശക്തി കൊണ്ടാണ് അത് അനുഭവിച്ചറിയുന്നത്, കാണാൻ സാധിക്കണം. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കണമെങ്കിൽ അതാത് ഇന്ദ്രിയങ്ങളിൽ വർത്തിക്കുന്ന ശക്തി ഈശ്വരന്റെ ശക്തി തന്നെ ആണെന്ന് കാണുമ്പോൾ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മറ്റുള്ള പ്രാണികളെ കാണുന്നതും ഏത് തരത്തിലുള്ള ഒരു ഉറുമ്പിനെ കണ്ടാലും അതിൻ്റെ ഉള്ളിൽ വർത്തിക്കുന്നത് ഈശ്വരനാണെന്ന് നമ്മൾ അനുഭവിച്ചറിയാൻ സാധിക്കും. ആദ്യം നമ്മൾ അനുഭവിച്ച്, നമ്മുടെ ഉള്ളിലുള്ളതിനെ നമ്മൾ അനുഭവിച്ചറിയണം. അപ്പോഴേ പുറത്തുള്ളത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്ന അധിഷ്ഠാന ദേവത ഈശ്വരനാണെന്നുള്ള ബോധം നമുക്കുണ്ടാക്കണം. കണ്ണിന് കാഴ്ച നൽകുന്നതും, ചെവിക്ക് കേൾവി നൽകുന്നതും, നാക്കിന് സ്വാദ് നൽകുന്നതും, മൂക്കിലൂടെ ഗന്ധമറിയുന്നതും, ത്വക്കിലൂടെ സ്പർശമറിയുന്നതും ഒക്കെ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ശക്തിയാണ് നമ്മുടെ ശരീരത്തെ മുഴുവൻ വ്യാപനം ചെയ്ത് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം അനുഭവിച്ചറിയണം. അതാണ് തന്നിലൂടെ തന്നെ ആത്മസാക്ഷാത്കാരം നേടുക. അതേപോലെ തന്നെയാണ് മറ്റ് ശരീരങ്ങളിലും വർത്തിക്കുന്ന ആത്മാവ് വർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ടോട്ടലി നോക്കാം, ഈ വാസനമാലിന്യമായിട്ട് സ്വഭാവമായിട്ട് വരുന്നതൊക്കെ വ്യത്യസ്തമായ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ ഈ വ്യത്യസ്തത എല്ലാവർക്കും ഉണ്ട്. ഈ വൈരുദ്ധ്യാത്മികത എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അതിൽ നിന്ന് അതിൽ വ്യത്യസ്തമായിട്ട് അതിൽ വൈരുദ്ധ്യാത്മികത എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് ശ്രദ്ധിക്കുക. വൈരുദ്ധ്യമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലിരിക്കുന്ന ശക്തി എൻ്റെ ഉള്ളിലിരിക്കുന്ന അതേ ശക്തി തന്നെയാണ് അവരെ ഞാനെന്ന ബോധവും എൻ്റെ എന്നുള്ള ബോധത്തെ പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ടാണ് അവർ വ്യത്യസ്തരായിട്ടിരിക്കുന്നത്. നമുക്ക് സർവാത്മാ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വ്യത്യസ്തമായിട്ട് ന്യായം അന്യായങ്ങൾ ചെയ്യുന്നതോ ശത്രുവിലും വർത്തിക്കുന്നതോ ഒന്ന് തന്നെയാണെന്ന് മനസ്സിലായാൽ പിന്നെ അതാണ് സാക്ഷാത്കാരം. അപ്പോൾ എൻ്റെ നിൻ്റെ എന്നുള്ള ഭാവമൊക്കെ പോവും. എന്നുവരെ സങ്കല്പ വികല്പങ്ങളുണ്ടോ നിങ്ങൾക്ക് ഒരിക്കലും സാക്ഷാത്കാരം സാധ്യമല്ല. നമ്മൾ നിസ്സാരമായിട്ട് പറഞ്ഞാൽ, നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്. ഈ ഇലക്ട്രിസിറ്റി എതിരെയൊക്കെ ലൈറ്റിലോ ഫാനിലോ ഫ്രിഡ്ജിലോ എന്തിലോ ഒക്കെ കടന്നു പോകുന്നുണ്ടോ? അതിലൊക്കെ കടന്നു പോകുന്ന എനർജി ഒന്ന് തന്നെയല്ലേ? എന്നാൽ വ്യത്യസ്തമായിട്ട് നമ്മൾ ഓരോന്നും അതിൽ കണക്ട് ചെയ്ത് വച്ചിരിക്കുന്നതൊക്കെ അതിൻ്റെതായ സ്വഭാവം കാണിക്കുന്നത് മാത്രം. ഫാനിൻ്റെ സ്വഭാവം ഫാനിനല്ലേ കാണാൻ പറ്റൂ, ലൈറ്റിന് കാണിക്കാൻ പറ്റുമോ? ലൈറ്റിൻ്റെ സ്വഭാവം ഫാനിന് കാണാൻ പറ്റുമോ? അപ്പോൾ ഏതൊക്കെ തരത്തിൽ നമ്മൾ മെഷീനറീസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നോ അതിൽ സർക്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഒന്ന് തന്നെയാണ്. അപ്പൊ എല്ലാത്തിലും കോമൺ ആയിട്ട് കാണുന്നത് ഇലക്ട്രിസിറ്റി ആണെന്നും ആ ഇലക്ട്രിസിറ്റി ഒന്നാണെന്നും ഒന്ന് അനുഭവിച്ചറിയണം. നമ്മൾ ഏത് ഇലക്ട്രിസിറ്റിയുടെ കണക്ഷനിൽ പോയിട്ട് തൊട്ടാലും, ഫാനിൻ്റെ ഇലക്ട്രിസിറ്റി ആ ജോയിൻറ്റിലേക്ക് കണക്ട് ചെയ്തേക്കണടുത്ത് പോയി തൊട്ടാലും, ഫ്രിഡ്ജിൻ്റെ ഇതിൽ പോയി തൊട്ടാലും നമുക്ക് ഷോക്ക് അടിക്കുന്നവർ പോലെയാണോ? നെഗറ്റീവും പോസിറ്റീവും കൂടെ എവിടെ കൂടിയാലും വേണ്ട അവിടെ സ്പാർക്കിംഗ് ഉണ്ടാകുന്നവർ പോലെയാണോ? ഇതേപോലെ ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി ഒരു വ്യക്തിയല്ല, ഒരു ശക്തിയാണ്, ഒരു പ്രപഞ്ച എനർജിയാണ്. അതാണ് നമ്മുടെ ശരീരങ്ങളെയൊക്കെ ഈ സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങളും പക്ഷി മൃഗാദികളും ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ ഒരു മണൽത്തരി പോലും അതിൽ നിന്നും വിഭിന്നമല്ല എന്നർത്ഥം. അതിലൊക്കെ വർത്തിക്കുന്നത് ഒരേ ശക്തിയാണ്. അതേ ശക്തി തന്നെയാണ് എന്നിലും വർത്തിക്കുന്നത് എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കുമ്പോഴാണ് സാക്ഷാത്കാരമാകുന്നത്. അതാണ് ആചിരേണ അതിബ്രഹ്മപദം എന്ന്. ഇത് ഒരു ജന്മം കൊണ്ടൊന്നും സാധിക്കില്ല. ചിലപ്പോൾ നമുക്ക് പറയുമ്പോൾ എളുപ്പമാണ്, കേൾക്കാനും എളുപ്പമാണ്, പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കാനും ഇത് വായിക്കാം. പക്ഷേ ഇത് സാക്ഷാത്കാരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് പ്രശ്നം. അതായത് അനുഭവിച്ചറിയണം. ആ അവസ്ഥയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അതിനെന്താ ആദ്യത്തെ സ്റ്റെപ്പ്? ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ശരീരത്തെ കൊണ്ട് മനസ്സിലാക്കുക. ശരീരത്തിലൂടെ ഈശ്വരനെ നമ്മൾ സാക്ഷാത്കരിക്കുക.
ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയുള്ളതിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിൽ ഈശ്വരനെ കാണും. അത് അനുഭവിച്ചറിയണം. അത് അനുഭവിച്ചറിയാനുള്ളത് എന്താ എളുപ്പമാർഗം? അതാണ് ഇനി 2 ശ്ലോകത്തിലൂടെ പറയുന്നത്. നൈവ കിഞ്ചിൽ കരോമീതി യുക്തോ അന്യേത തത്വവിത്. അതുകൊണ്ട് ഈ ശരീരം ജഡമാണെന്നോ ഇതിനെ ഉപേക്ഷിക്കണമെന്നോ ഇല്ലെങ്കിൽ ഇതില്ലാതിരിക്കണമെന്നോ ഒന്നും ആദ്യം അന്വേഷിച്ച് പോയേക്കരുത്. നമ്മുടെ ശരീരം ആദ്യം ഖലു ധർമ്മസാധനം. നമുക്ക് പരമമായതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, സാക്ഷാത്കാരം സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആയുരാരോഗ്യത്തോടുള്ള ഈ ശരീരം മാധ്യമമാണ്. അത് മാലിന്യ കൂമ്പാരമാണെന്നൊക്കെ വിചാരിച്ചോളൂ. അതത്രയും പക്വത വന്നിട്ട് ആലോചിച്ചാൽ മതി. ഇപ്പം നമുക്ക് ഈശ്വരനിലേക്ക് എത്താനുള്ള ഒരേ ഒരു ഉപാധി ഈ ശരീരമാധ്യം ഖലു ധർമ്മസാധനം. അതുകൊണ്ട് ശരീരം ഇല്ല എന്നൊന്നും ഇപ്പം വിചാരിച്ചിക്കരുത്. കാരണം ഈ ശരീരത്തിലൂടെ ഈശ്വരനെ സാക്ഷാത്കരിക്കണം. അപ്പൊ ശരീരം ഉപേക്ഷിച്ചാലും നമ്മൾ ഈശ്വരനിലേക്ക് എത്തും. ശരീരം ജഡമാണ്, അതില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും? സമ്മതിക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ ഞാനും നിങ്ങളും ഒക്കെ ശരീരത്തോടു കൂടിയായിരിക്കുന്നത് അല്ലേ? ഈ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കേമത്തെ കൊണ്ടാണോ നടക്കുന്നത്? എന്നാൽ ഈ ശരീരത്തിലുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റുമോ? നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? കണ്ണാടി പോയി നോക്കിയിട്ടുള്ള കാര്യമല്ല പറയണം. അത് പ്രതിബിംബ കാണുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നിങ്ങളുടെ ശ്വാസം എടുത്തിട്ട് അത് അകത്തു പോകുന്നതും അകത്തു പോയിട്ട് ശ്വാസകോശത്തിൽ പോയി ഈ അറകളൊക്കെ അത് ശുദ്ധീകരിക്കുന്നതും അത് 5ആയിട്ട് തിരിയുന്നതും ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ പമ്പ് ചെയ്യുന്ന ഹൃദയം ഇരുന്നേരിപ്പ് കണ്ടിട്ടുണ്ടോ? ലിവർ കണ്ടിട്ടുണ്ടോ? ആമാശയം കണ്ടിട്ടുണ്ടോ? എന്തിന് ശരീരത്തിനകത്തുള്ള ഒരു ഞരമ്പ് കണ്ടിട്ടുണ്ടോ? പിന്നെ എങ്ങനെ ഇതൊക്കെ ഉണ്ടെന്നറിയാം? ഇതൊക്കെ അനുഭവിച്ചറിയുന്നില്ലേ? ഇതൊന്ന് ഏതെങ്കിലും ഒന്ന് വർക്ക് ചെയ്യാതിരുന്നാൽ നിങ്ങളില്ലല്ലോ പിന്നെ. അപ്പൊ അതാണ് ഇനി പറയുന്നത്. ശരീരത്തിലൂടെ ആദ്യം ശരീരത്തിന്റെ ശക്തികളെ മനസ്സിലാക്കൂ. ആ ശരീരശക്തിയിൽ എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും അതിനോടനുബന്ധിച്ചുള്ള ശക്തികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എന്നുള്ള ബോധം ഉണ്ടാക്കി തരുന്ന ആ പരമമായത് എന്തെന്ന്, ഈ ഇന്ദ്രിയ ശരീരത്തിലുള്ള ശക്തികളൊക്കെ പ്രവർത്തിക്കുന്നത് ഏത് ശക്തിയുടെ, ഏത് എനർജിയുടെ വെളിച്ചത്തിലാണെന്ന് നിങ്ങൾ സ്വയം അനുഭവിച്ചറിയണം. ആദ്യം അവനവൻ്റെ ശരീരത്തിലൂടെ തന്നെ ഈശ്വരനെ അനുഭവിച്ചറിയണം. അതാണ് ആദ്യത്തെ സാക്ഷാത്കാരം. അതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം അനങ്ങാതിരിക്കുക. എന്നിട്ട് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് മനസ്സുകൊണ്ട് അറിയാൻ ശ്രമിക്കുക, അനുഭവിച്ചറിയാൻ ശ്രമിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. നൈവ കിഞ്ചിൽ കരോമീതി യുക്തോ അന്യേത തത്വവിദ് പശ്യൻ ശൃണൻ സ്പശ്യൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസർജൻ ഗ്രഹണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരേ. ഈ 2 ശ്ലോകത്തിലൂടെ ശരീരത്തിലൂടെ ആത്മാവിനെ സാക്ഷാത്കരിക്കണ കാര്യം പറയണം. നമ്മുടെ സ്വന്തം ശരീരത്തിലൂടെ ആത്മസാക്ഷാത്കാരം സാധിക്കണമെങ്കിൽ എങ്ങനെ ഇത് അനുഭവിച്ചറിയണം? എന്താണ്? തത്വവിദ്യുക്ത, ആത്മതത്വത്തെ അറിഞ്ഞ യോഗി എന്ന് പറഞ്ഞാൽ അറിയണമെങ്കിൽ. പശ്യൻ ശൃണൻ, കാണുന്നവനും കേൾക്കുന്നവനും, സ്പർശൻ ജിഘ്രൻ, തൊടുന്നവനും ഘ്രാണിക്കുന്നവനും, അശ്നൻ ഗച്ഛൻ, ഭക്ഷിക്കുന്നവനും നടക്കുന്നവനും, സ്വപൻ ശ്വസൻ, ഉറങ്ങുന്നവനും ശ്വസിക്കുന്നവനും, പ്രലപൻ വിസർജൻ, സംസാരിക്കുന്നവനും വിസർജിക്കുന്നവനും, ഗ്രഹണൻ ഉന്മിഷൻ, എടുക്കുന്നവനും കണ്ണുമിഴിക്കുന്നവനും, നിമിഷൻ അപി, കണ്ണടയ്ക്കുന്നവനും ആയിരുന്നാലും, ഇന്ദ്രിയാർത്ഥേഷു, ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങൾ, വർത്തതേ ഇതി, വർത്തിക്കുന്നവയാണ്, പ്രവർത്തിക്കുന്നവയാണ് എന്ന് ധാരയൻ, എന്ന് ധരിച്ചവനായിട്ട്, കിഞ്ചിത് ന ഏവ കരോമി, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഇതി മന്യതേ എന്ന് വിചാരിക്കുന്നു.
അതായത് ആത്മതത്വത്തെ സാക്ഷാത്കരിച്ചയാള്, അതായത് ആത്മാവ് എന്തെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള യോഗി കാണുകയും കേൾക്കുകയും തൊടുകയും ഘ്രാണിക്കുകയും ഭക്ഷിക്കുകയും നടക്കുകയും ഉറങ്ങുകയും ശ്വസിക്കുകയും സംസാരിക്കുകയും വിസർജിക്കുകയും എടുക്കുകയും കണ്ണു മിഴിക്കുകയും കണ്ണടക്കുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിലും ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങൾ പ്രവർത്തിതമാണ് എന്ന് ധരിച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന ധാരണയിൽ വിചാരിച്ച് ഇരിക്കുന്നു. സർവാത്മഭാവം കൈവരിച്ച യോഗി കർത്തൃത്വ ആ ഭാവനയിൽ മുക്തനായ അവസ്ഥ ഈ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ശരീരത്ത് നടന്ന പ്രവർത്തനങ്ങൾ പോലും നമ്മുടെ കൺട്രോളിലല്ല. ആണോ? നമ്മുടെ കണ്ണ് കാഴ്ച കിട്ടണമെങ്കിൽ ലൈറ്റിന്റെ സ്വിച്ച് ഇടുന്ന പോലെ സ്വിച്ച് ഇട്ടിട്ടാ കണ്ണിന് കാഴ്ച കിട്ടുന്നത്. ആ കണ്ണിന് കാഴ്ച നൽകുന്ന ഏതൊരു ശക്തിയാണോ ആ ശക്തി നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. നമ്മളൊരു ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ആ നമ്മൾ മൈക്കിൻ്റെയോ അല്ലെങ്കിൽ സ്പീക്കറിൻ്റെയോ സ്വിച്ച് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുമ്പോഴാണ് അത് കേൾക്കുന്നത് പോലെയാണോ നമ്മൾ കേൾക്കുകയും ഇല്ലേ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നത്? ആരാ നമ്മുടെ കേൾവി ശക്തിയുടെ സ്വിച്ച് ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും? അതുപോലെ കണ്ണടയ്ക്കാൻ പറയുകയും കണ്ണ് തുറക്കാൻ പറയുകയും കണ്ണടയ്ക്കുകയും തുറക്കുകയും സംസാരിക്കുകയും നടക്കുകയും എടുക്കുകയും എന്തൊക്കെ ചെയ്യുന്നോ, നടപ്പിലും എടുപ്പിലും കാഴ്ചയിലും എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നോ, ശരീരത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ കൺട്രോളിലാണോ? ഇനി ശരീരത്തിലുള്ളത് മുഴുവൻ നിങ്ങൾ എന്തെങ്കിലും കണ്ണിന് കാഴ്ചയുണ്ടെങ്കിലും നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ലിവർ, നിങ്ങളുടെ പാൻക്രിയാസ്, ശരീരത്തിലുള്ള അന്തർമുഖമായിരിക്കുന്ന അംഗപ്രത്യംഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് ആരാ? അതൊക്കെ അതിൻ്റെതായ പ്രവർത്തനങ്ങൾ പ്രകൃത്യാ തന്നെ. അതാണ് സർവ പ്രകൃതി ജൈഗുണ എന്ന് ഭഗവാൻ പറഞ്ഞു. ആ പ്രകൃതിയുടെ ഗുണങ്ങളെ കൊണ്ട് നമ്മുടെ കൺട്രോളിൽ അല്ലാതെ നമ്മുടെ ശരീരത്ത് ചില ഈശ്വരന്റെ ശക്തികൾ പ്രവർത്തിച്ച് അതിനെയൊക്കെ ജനിച്ചപ്പോൾ മുതൽ മരണം വരെ നമ്മുടെ ശരീരത്തെ കീപ്പപ്പ് ചെയ്യുന്ന ആരാണ്? ആ ശക്തിയാണ് തൻ്റെ ശരീരത്തിരിക്കുന്ന എൻ്റെ ഈശ്വരൻ എന്നുറപ്പിക്കണം. അത് അനുഭവിച്ചറിയണം. എനിക്ക് കാഴ്ച നൽകുന്നത്, എൻ്റെ കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത്, എനിക്ക് ശബ്ദം പ്രവർത്തിക്കാൻ സാധിക്കുന്നത്, മറ്റൊരാൾ പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത്, നമ്മൾ പറയുന്നത് മറ്റൊരാൾക്ക്. നിങ്ങളിപ്പോൾ എത്ര ദൂരെ എവിടെയൊക്കെ ഇരിക്കുന്നു, ഞാൻ പറയുന്ന നോക്കാൻ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ആരുടെ പ്രേരണയല്ല, ഏത് ശക്തി കൊണ്ടാണ് നിങ്ങളിതൊക്കെ കേൾക്കുന്നത്? ഇപ്പൊ കോഡ്ലെസ് ആയിട്ട് നമ്മൾ ഈ മിഷനറി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കണ്ടേ ദൂരെ ഇരുന്നാലും? അത് ഏത് ശക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്? ഇതെല്ലാം തിരിച്ചറിയുന്ന ആള് നമ്മുടെ ശരീരത്ത് നടക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരെന്ന് തിരിച്ചറിയുന്നവൻ, അവനാണ് ആത്മസാക്ഷാത്കാരം നേടിയവൻ. ഇതിനൊക്കെ ആത്യന്തികമായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഈ ശരീരത്ത് വസിക്കുന്ന ആ ആത്മസ്വരൂപനായിട്ടിരിക്കുന്ന ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് ഉറപ്പിക്കണം. ഇതാണ് കുറച്ച് വിഷമമുള്ള കാര്യം. ഈ പറയുന്ന പ്രക്രിയകളൊക്കെ ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രക്രിയകളും നമ്മുടെ ഓരോ ശരീരത്തിലും സംഭവിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഇന്ദ്രിയ ശക്തികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്, നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ദഹിക്കുന്നുണ്ട്, വിശപ്പ് തോന്നുന്നുണ്ട്. എന്തൊക്കെ ശരീരത്തിന്റെ ചലനങ്ങൾ ജീവനോടുകൂടി ഇരിക്കുമ്പോൾ സംഭവിക്കുന്നുണ്ടോ അതൊക്കെ എന്തിൻ്റെ പ്രഭാവത്തിലാണ് നടക്കുന്നത് എന്ന് സ്വയം അനുഭവിച്ചറിയണം. അതിനു വേണ്ടിയിട്ട് കുറച്ചു നേരം ഇരിക്കൂ, മിണ്ടാതിരിക്കൂ, അനങ്ങാതിരിക്കൂ, മൗനമായിട്ടിരിക്കൂ. ശരീരത്തിന്റെ ഓരോ പൾസും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ശരീരത്ത് നടക്കുന്നത് അനുഭവിച്ചറിഞ്ഞോളൂ. ഈ പ്രപഞ്ചത്തിന്റെ ഓരോ പൾസും അടിക്കുന്നത് ഇതേ ഭാവത്തിലാണ്. അപ്പൊ നമ്മുടെ ശരീരത്തെ ഈശ്വരനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ മറ്റൊരു വ്യക്തിയിലിരിക്കുന്ന ഈശ്വരനെ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ഈശാവാസ്യം ഇതം സർവം എന്ന ഉപനിഷത്തിന്റെ ആദ്യത്തെ ഈശാവാസ്യ ഉപനിഷത്ത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ? ഈശാവാസ്യം ഇതം സർവം. അപ്പൊ ഈശ്വരൻ പറയുന്നത് ആരാ? ഈ ശരീരത്ത് ജീവനായിട്ട് ജീവാത്മാവായിട്ടിരിക്കുന്ന എന്താണോ നമുക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കുന്നത്, അത് തന്നെയാണ് എൻ്റെ ഈശ്വരൻ എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കണം. നിങ്ങളിൽ തന്നെ നിങ്ങൾ ഈശ്വരനെ കണ്ടെത്താതെ മറ്റൊരിടത്ത് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല.
നിങ്ങൾക്ക് സർവാത്മാഭാവം വരണമെങ്കിൽ ആത്മഭാവം വരണം. നമ്മുടെ കണ്ണുകൊണ്ടല്ലേ നമുക്ക് മറ്റുള്ളതിനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. മറ്റുള്ള ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മുടെ ചെവി കൊണ്ടല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. ഇതേ കണ്ണും ഇതേ ചെവിയും മറ്റുള്ളവർക്കും ഉണ്ടല്ലോ. അതെല്ലാം നമ്മളിലൂടെ നമ്മൾ അനുഭവിക്കണം. അതാണ് സർവാത്മാഭാവം സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത്. എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, പറയാൻ എളുപ്പമാണ്. സർവാത്മഭാവം കൈവരിച്ചിരിക്കുന്ന യോഗി കർത്തൃത്വ ഭാവനയിൽ മുക്തനായ അവസ്ഥ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ പിന്നെ സർവാത്മാവിൽ എല്ലാ ശരീരങ്ങളിലുള്ള ആത്മാവൊക്കെ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ തന്നെയാണെന്നുള്ള ബോധം നമുക്ക് ഓർക്കണം. ഞാൻ ഉണ്ട് എന്നുള്ള ബോധം എന്താണോ, ആത്മാവ് നമ്മുടെ ശരീരത്തില്ലെങ്കിൽ ആ ബോധം നമുക്കുണ്ടാവില്ല. അപ്പം ബോധമയമാണ് ഈ പ്രപഞ്ചം മുഴുവൻ. എൻ്റെ ഉള്ളിലിരിക്കുന്ന അതേ ശക്തി തന്നെയാണ് ഞാൻ ചുറ്റും കാണുന്നത്, കേൾക്കുന്നത്, അനുഭവിക്കുന്നത്, ചിന്തിക്കുന്നത്, പറയുന്നത്, പ്രവർത്തിക്കുന്നത്. എല്ലാവരിലൂടെ ഇത് കാണുന്നതൊക്കെ അതോടൊക്കെ അവരിലൊക്കെ ഈ ആത്മശക്തി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. സൂര്യൻ ഉദിക്കുന്നതായിട്ടുണ്ട്, സൂര്യൻ ഉദിച്ചുയരുന്നതായിക്കോട്ടെ, സൂര്യകിരണങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നതായിക്കോട്ടെ, അതിൻ്റെ ചൂട് അനുഭവിക്കുന്നതായിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ സർവാത്മഭാവം നമ്മൾക്ക് കാണാൻ സാധിക്കണം. അപ്പം ഈ പ്രപഞ്ചം നടക്കുന്ന സൃഷ്ടിയുടെ വ്യവഹാരത്തിൽപ്പെടുന്ന എല്ലാ വ്യവഹാരങ്ങളും എല്ലാ ചലനങ്ങളും ഒരേ ഒരു ശക്തിയുടെ അനുഭവത്തിലാണ്, ഇൻക്ലൂഡിങ് നമ്മുടെ ശരീരത്തിൽ പോലും നടക്കുന്നത് എന്ന് നമ്മൾ അനുഭവിച്ചറിയുന്നതിനെയാണ് സർവാത്മാ ഭാവം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ആചരേണ ബ്രഹ്മപദം പ്രാപിക്കുമെന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞത് യോഗയുക്തനായിരിക്കുന്ന മുനിയുടെ അവസ്ഥ തന്നെയാണ്. അതാണ് സകല ജീവരാശികളുടെയും ആത്മാവും തൻ്റെ ആത്മാവും ഒന്ന് തന്നെയാണെന്ന് സാക്ഷാത്കരിച്ചവൻ ആണ് യഥാർത്ഥ കർമ്മയോഗി. കർമ്മം ചെയ്താലും ചെയ്യാന്നില്ല എന്ന ബന്ധകാരണമാണ് ആകാതിരിക്കുക. അതായത് കർമ്മം കൊണ്ട് ബന്ധിക്കാതിരിക്കുന്ന, അല്ലേ, കർമ്മബന്ധനത്തിൽ പെടാവുന്ന ആർക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ചിന്തിക്കാൻ സാധിക്കുള്ളൂ, അല്ലേ? ഏതെങ്കിലും നേരത്തിൽ പ്രാരാബ്ധ കർമ്മബന്ധനം ഉള്ളവർ അതിന് പ്രാധാന്യം കൊടുത്തിട്ട് ഇതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റുപോകും. അപ്പം നമ്മൾ ആ ഒരു യോഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നവരായതുകൊണ്ട് എങ്ങനെയാണ് ഇത് സാക്ഷാത്കരിക്കാൻ സാധിക്കുക, എന്താണ് അവസ്ഥ എന്നിവിടെ ഭഗവാൻ വ്യക്തമാക്കി തരുന്നത്. ഈ അവസ്ഥ നമുക്ക് കൈവന്നാൽ നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കും. ആദ്യം നമ്മുടെ ശരീരത്തിലുള്ള ഈശ്വര ശക്തികളെ നമ്മൾ ആത്മസാക്ഷാത്കാരത്തിലൂടെ നമുക്ക് അനുഭവിച്ചറിയണം. നമ്മുടെ ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തികളിൽ നമുക്ക് നല്ല ശബ്ദം വരുന്നുണ്ടെങ്കിൽ തുറന്ന ശബ്ദത്തിലൂടെ നമുക്ക് എന്തും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ കണ്ണിലൂടെ കൃത്യമായിട്ട് കാണിച്ചകൾ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ശക്തികളും കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് അനുഭവിച്ചറിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ജീവാത്മാവിനെ നമ്മൾ സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത്. നമുക്കതുപോലും ശ്രദ്ധിക്കാൻ സമയമില്ലാതെ നമ്മൾ ഈ പ്രാരാബ്ധത്തിൻ്റെ പിന്നാലെ ഓടി നടക്കുകയാണ്. അതിന് ഉപയോഗിക്കുന്ന ഈ ശരീരമാണ്. അവിടെ ഈ ശരീരത്തിൻ്റെ ഇന്ദ്രിയ ശക്തികൾ, ഈ പറയുന്ന ശക്തികളൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നില്ല. അവിടേക്ക് എന്താ കുഴപ്പം? ഞാനും എൻ്റെയും കേമത്തം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം എങ്ങനെ സാക്ഷാത്കാരാകുക? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അചയ്യമായ സത്യമായിരിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്നുള്ള ബോധം നമുക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെ അതിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും? ഒക്കെ എൻ്റെ കേമക്കൊണ്ടാണ്, ഞാനാണ് ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്ക് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈശ്വരനെ ഒരിക്കലും ബോധ്യം വരില്ല. ഞാനും എൻ്റെയും വിട്ടിട്ട് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈശ്വരനാണെന്നുള്ള ഭാവത്തിൽ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുന്നവർക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കൂ. അതായത് ഈശ്വരനെ കാണണോ, ഈശ്വരനെ അനുഭവിച്ചറിയും, നിങ്ങൾ ഈശ്വരനായിട്ട് മാറണം. ആ ഈശ്വരൻ്റെ ഭാവത്തിലേക്ക് എത്തിയാൽ പിന്നെ എല്ലാം ഈശ്വരമയമായിട്ട് കാണും. അതാണ് വിശ്വം വിഷ്ണു വഷക്കാരോ എന്ന് പറയുന്നത്. വിശ്വം തന്നെ വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താ? അണ്ണുവിലും വസിക്കുന്നവനാണ്. അത് ആ ഒരു സാക്ഷാത്കാരത്തിലേക്ക് എത്തണം നമ്മൾ. അതിൻ്റെ തടസ്സം ഉണ്ടാക്കുന്നത് എന്താ? പ്രതിബന്ധമായിട്ട് നിൽക്കുന്ന രണ്ട് തൂണാണ്. ഒന്ന് ഞാനും ഒന്ന് എൻ്റെ. ഇത് രണ്ടും കർത്തൃത്വ അഭിമാനത്തിൽ നിന്നുണ്ടാകുന്ന. അത് പിഴുതെറിയണം, അല്ലാതെ ഒരിക്കലും ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് സാക്ഷാത്കാരത്തിലേക്ക് എത്തിയാലോ ബ്രഹ്മണ്യാധ്യായ കർമാണി,
സംഘം തിക്വാ കരോതിയ ലിപ്യതേന സ പാപേന പത്മപത്രാപിമാംബസ. കർമാണി യാതൊരുവൻ കർമ്മങ്ങളെ സംഘം തിക്വ ആസക്തി വെടിഞ്ഞിട്ട് കർമാണി ആദായ കരോതി ബ്രഹ്മാർപ്പണമായിട്ട് ചെയ്യുന്നുവോ സ അംഭസ പത്മപത്രം ഇവ അവൻ വെള്ളത്തിൽ താമര ഇല എന്ന പോലെ പാപേന ലഭ്യത പാപത്താൽ ലേപനം ചെയ്യപ്പെടുന്നില്ല. യാതൊരാൾ ഫലാസക്തി ഉപേക്ഷിച്ചുകൊണ്ട് കർമ്മങ്ങളെല്ലാം ബ്രഹ്മാർപ്പണമായിട്ട് ചെയ്യുന്നുവോ അയാൾ വെള്ളത്താൽ താമര ഇല നനയ്ക്കപ്പെടാത്തതുപോലെ പാപത്താൽ ലേപനം ചെയ്യപ്പെടുന്നില്ല, അഥവാ ബാധിക്കപ്പെടുന്നില്ല. കർത്തൃത്വ ഭാവം കൈവെടിയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുവരെ ഈ കർത്തൃത്വ അഭിമാനം ഞാൻ എന്നുള്ള ബോധം വിടുന്നില്ലയോ അന്നുവരെ ഫലാസക്തി വെടിഞ്ഞ് ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കർത്തൃത്വഭാവം ക്രമേണ നീങ്ങി മനസ്സ് ശുദ്ധമാകും. അപ്പം ആ കർത്തൃത്വ അഭിമാനം നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫലാസക്തി വെടിഞ്ഞുകൊണ്ട് ഈശ്വരാർപ്പണമായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ സാധിക്കണം. ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഈ ഭാവം വിടണം എന്നർത്ഥം. ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല. അപ്പോൾ ഈ കർത്തൃത്വാഭിമാനം വെടിയിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത്. അത് ബ്രഹ്മഭാവം ഈശ്വരഭാവം ഉറയ്ക്കുന്നതനുസരിച്ചുകൊണ്ട് മാത്രമേ ഞാൻ എന്ന ഭാവം നമുക്ക് വിട്ടുപോകുകയുള്ളൂ. ഇല്ലെങ്കിൽ ഊണിലും ഉറക്കത്തിലും ഒക്കെ ഞാനും എൻ്റെയും മുമ്പിൽ നിൽക്കും. അത് വച്ചുകൊണ്ട് നമ്മൾ എന്ത് കർമ്മം ഈശ്വരാർപ്പണമായിട്ട് ചെയ്താലും അത് കർമ്മശുദ്ധിക്ക് ഉതകില്ല. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന കർത്തൃത്വഭാവം കൈവെടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ആ കർത്തൃത്വഭാവം പോണെങ്കിൽ എന്ത് വേണം? ഫലാസക്തി വെടിഞ്ഞ് ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മാത്രമേ കർത്തൃത്വാഭിമാനം ഇല്ലാതെ വരൂ. അതായത് ഏത് കർമ്മം ചെയ്താലും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം. അതിൻ്റെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഫലം ഇച്ഛിക്കാൻ പാടില്ല എന്നർത്ഥം. ഫലം ഇച്ഛിക്കാൻ പാടില്ല എന്നോർത്ത് ഫലം കിട്ടില്ല എന്നോ ഫലം ഉണ്ടാകില്ല എന്നോ അർത്ഥമില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ അബദ്ധം പറ്റണത്. എങ്ങനെ ഫലിച്ചാല്ലാതെ കർമ്മം ചെയ്യാന്ന് ചോദിക്കുക. അത് തന്നെയാണ് എൻ്റെയും ഞാനെന്നുള്ള ഭാവം ഉണ്ടാക്കുന്നത്. അപ്പം പ്രകൃതിയുടെ ഗുണമാണ് നന്മ ചെയ്താൽ നന്മയും തിന്മ ചെയ്താൽ തിന്മയും. ഫലം റബ്ബർ ബാൻഡ് പോലെ അത് തിരിച്ചു വരും. അതേപ്പറ്റി നമ്മൾ ഇച്ഛിക്കാതിരുന്നാൽ മതി, മുൻവിധിയോടുകൂടി സമീപിക്കാതിരുന്നാൽ മതി. അപ്പോൾ തന്നെ സാക്ഷാത്കാരം സാധിക്കും. പക്ഷെ ഇത് വിടുന്ന അത്ര എളുപ്പമല്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. കാരണം ബ്രഹ്മണ്യാധ്യായ കർമാണി സംഘം തെക്വാ കരോതിയ സ ലിപ്യതേന സ പാപേന പത്മപത്രാഭിമാസ. യാതൊരാൾ ഫലാശക്തി ഉപേക്ഷിച്ച് കർമ്മങ്ങളെല്ലാം ബ്രഹ്മാർപ്പണമായിട്ട് അഥവാ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്നുവോ അയാൾ ഒരു കാരണവശാലും കർമ്മബന്ധനത്തിൽപ്പെടില്ല. എപ്രകാരം വെള്ളത്തിൽ നിൽക്കുന്ന താമര ഇലയെ വെള്ളം കൊണ്ട് നനയ്ക്കാൻ സാധ്യമല്ല, അതേപോലെ നിങ്ങൾ ഏത് കർമ്മം ചെയ്താലും അത് ശുദ്ധമായി തീരുന്നർത്ഥം. പാപത്താൽ ലേപനം ചെയ്യട്ടെ. ഈ പാപം ഉണ്ടാകുന്നതാണ് വീണ്ടും വീണ്ടും ജന്മത്തിൽ. പുണ്യകർമ്മത്തിലേക്ക് പോയാലും അതിൻ്റെ സുഖം അനുഭവിക്കാം, പക്ഷെ പാപം ചെയ്താലോ അതിൻ്റെ ദുരിതവും കൂടെ അനുഭവിക്കണം. സുഖം ദുഃഖമായിട്ട് മാറുന്നത് പാപകർമ്മത്തിൻ്റെ വ്യാപനം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ ഭക്തിയിലേക്ക് വരുന്നവർ പാപം അറിഞ്ഞുകൊണ്ട് ചെയ്യില്ല എന്ന് വെച്ചുള്ളൂ, പക്ഷേ പുണ്യകർമ്മം ചെയ്യും. പുണ്യകർമ്മം ചെയ്യുന്നതിലും കർത്തൃത്വാഭിമാനം വന്നാൽ അതിൽ പുണ്യകർമ്മത്തിൻ്റെ പിന്നാലെ പോകുമ്പം അവിടെ സ്വാർത്ഥതയും ഞാനെന്ന ഭാവവും ഒക്കെ കലർന്നിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് പിന്നെ നമ്മളെ ചിലപ്പം പാപകർമ്മത്തിൽ കൊണ്ട് എത്തിക്കും. നമ്മൾ അറിയാതെ പാപം ചെയ്യും. മറ്റൊരാൾക്ക് കിട്ടുന്നത് നമ്മൾ ആഗ്രഹിച്ചാൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്പം അറിയാതെ പാപം ചെയ്യാനിടവരും. അപ്പം അതുകൊണ്ട് എന്ത് കർമ്മം ചെയ്താലും വേണ്ട ഫലാശക്തി ഇല്ലാതെ ചെയ്യണം. പ്രത്യേകിച്ചും ആധ്യാത്മിക ഭക്തി കാര്യങ്ങൾ ചെയ്യുമ്പോൾ മത്സരബുദ്ധിയും പരസ്പരമുള്ള എനിക്ക് മാത്രമേ പാടാൻ കഴിവുള്ളൂ, മറ്റേ ആൾക്കും ആരുമില്ല, അതുകൊണ്ട് പാടാൻ കഴിവുള്ളവർ മാത്രം മുമ്പിലിരുന്നാൽ മതി, പാടാൻ കഴിവില്ലാത്തവർ പിന്നിലേക്ക് ഇരിക്കുന്നൊക്കെ ഭാവമൊക്കെ പ്രകടിപ്പിച്ചാൽ
അവിടെ ഈശ്വരാർപ്പണമായിട്ടോ അല്ല പ്രവർത്തിക്കുന്നത്. പിന്നെ അവിടെ ഞാനെന്ന് കർത്തൃത്വം അഭിമാനം വിടാതെ അല്ല ചെയ്യുന്നത്. അവിടെയൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പം ഈശ്വരകാര്യങ്ങളായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷെ അവിടെ മത്സരബുദ്ധിയും അസൂയയും കുശുമ്പും തമ്മിലടിയും ഇങ്ങനെയൊക്കെ എല്ലാവരെയും ഒരേപോലെ കാണാൻ സാധിക്കണം. പിന്നെ എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നിലുള്ള ഈശ്വരനാണെന്നുള്ള ഭാവം ഉണ്ടായിരിക്കണം. ഞാൻ എന്ത് ചെയ്താലും, എനിക്ക് നന്നായിട്ട് പാടാൻ സാധിച്ചാലും കൊട്ടാൻ സാധിച്ചാലും എനിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചാലും അതൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം. അതിൽ നിന്ന് എന്ത് കിട്ടണം കിട്ടരുത്, പേരും പ്രശസ്തിയും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പോലും ഫലാസക്തിയാണ്. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകണം എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അതും ഫലാസക്തിയാണ്. അല്ലാതെ സമ്പത്തും ഇത് മാത്രമൊന്നുമല്ല ഫല ഇച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശസ്തിയും പേരും വേണം, 4 പേര് അറിയണം, 4 പേര് കേൾക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഫലാസക്തിയാണ്. നിങ്ങൾ ഈശ്വരൻ്റെ മുമ്പിലാണ് ചെയ്യുന്നത്. ആ ഒരു ഭാവം നിലനിർത്തണം. ആ ഈശ്വരൻ്റെ മുമ്പിൽ യോഗമുള്ളവർ ബാക്കിയുള്ളവർ ആരാന്ന് വെച്ചാൽ കേട്ടോട്ടെ, അനുഭവിച്ചോട്ടെ, ഒപ്പം കൂടാൻ പറ്റുന്നവർ കൂടിക്കോട്ടെ. അതുകൊണ്ട് എൻ്റെ കേമത്വം കൊണ്ടല്ല, എൻ്റെ കേമത്വം കാണിക്കാൻ വേണ്ടിയിട്ടും അല്ല ഇതൊക്കെ ചെയ്യണേന്ന് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുമ്പോൾ ഈ ഭാവമൊക്കെ തന്നെ സംയമനത്തിലേക്ക് എത്തും. പക്ഷേ ഈശ്വരഭാവം കൈവരണ്ടേ, അതാണ് പ്രശ്നം. അതില്ലാതെ വരുമ്പോഴാണ് ഈ തമ്മിലുള്ള ഞാനെന്ന ഭാവവും അഹങ്കാരവും തമ്മിൽ തല്ലും അസൂയയും കുശുമ്പും യോജിക്കാതെ വരുന്നതും മത്സരബുദ്ധിയും പിന്നെ അതിൽ സ്പർദ്ധയും ഒക്കെ ഉണ്ടാകാൻ കാരണം ഡെഡിക്കേറ്റഡ് അല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ കർത്തൃത്വാഭിമാനം വിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. കാരണം ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ എൻ്റെ എന്നുള്ളത് എന്ന് തൊട്ട് നമ്മൾ വാക്കുകൊണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ അപ്പത്തൊട്ട് തുടങ്ങിയതാ ഞാൻ എൻ്റെ, അല്ലേ? കുട്ടികളെ വരെ നമ്മൾ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കും, അല്ലേ? പേര് ചോദിച്ചിട്ട് പറയും ആരാ, അല്ലേ? ആരാ? ഒരു കുട്ടിയുടെ പേര് പറഞ്ഞിട്ടേ നിന്റെ പേരെന്താ, ആരാന്ന് ചോദിക്കുമ്പോൾ ഞാനെന്ന് പറയാൻ പഠിപ്പിക്കും, അല്ലേ? ഈ പേര് നമ്മൾ പറഞ്ഞിട്ട് അത് ഞാനാണെന്ന് പറയാൻ പഠിപ്പിക്കും. പിന്നെ ഒരു വസ്തു കൊടുത്തിട്ട് ഇത് നിൻ്റെ ആണോ അവൻ്റെ ആണോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ ആന്ന് പറയാൻ പഠിപ്പിക്കും, അല്ലേ? ഇത് പണ്ടുപോലെ പറഞ്ഞു പഠിപ്പിച്ച് വരുന്നത് അത് പിന്നെ ഇളക്കി മാറ്റാൻ വലിയ പ്രശ്നമാണ്. ഞാനും എൻ്റെയും പിന്നെ തൊട്ടേനും പിടിച്ചേനും ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ പോയിട്ട് പിന്നെ അവരവരുടെ വീടുണ്ടാക്കി താമസിക്കും. അവിടെയും പോയിട്ട് നമ്മളൊക്കെ എൻ്റെ ശരീരം, എൻ്റെ വസ്തു, എൻ്റെ കട്ടില്, എൻ്റെ ഫോണ്, അല്ലേ? എല്ലാ കാര്യത്തിലും എൻ്റെയും ഞാനും. ഇത് ഇളക്കി മാറ്റില്ല, അത്ര എളുപ്പമല്ല എന്ന് ഭഗവാൻ തന്നെ പറയും. നമ്മൾ തന്നെ ആലോചിച്ചാൽ അറിയാം. ഞാനും ഇവിടുന്ന് എഴുന്നേറ്റ് പോയിട്ട് ഞാൻ പറയും, എൻ്റെ എന്ന് പറയും, എൻ്റെ ശബ്ദം എന്ന് പറയും. എങ്ങനെ എന്തിലൊക്കെയാണോ അത് വ്യാപനം ചെയ്യാമെന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞ് ശ്രദ്ധിച്ചോളും. ഒട്ടേനും പിടിച്ചതിനൊക്കെ ഞാനും എൻ്റെയും വിടുന്ന പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനും എൻ്റെ എന്നുള്ള ഭാവമാണ് നമ്മളെ ഈശ്വരനിൽ നിന്ന് എപ്പോഴും അകറ്റി നിർത്തുന്നത് എന്ന് മനസ്സിലാക്കുള്ളൂ. ഇതിനെ ഇളക്കണം. അപ്പോൾ അത് വിടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഫലാസക്തി വെടിഞ്ഞ് ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കർത്തൃത്വ ഭാവം ക്രമേണ പെട്ടെന്നുണ്ടാകുന്ന ഇല്ലാതെയാകുന്ന അല്ല ഭഗവാൻ പറഞ്ഞത്. ക്രമേണ നീങ്ങി മനസ്സ് എപ്പോൾ ശുദ്ധമാകുന്നോ അപ്പോഴേ നിങ്ങൾക്ക് സർവാത്മഭാവം വരും. അപ്പോഴേ ഈശ്വര സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം. ഇത് നമ്മളിലൂടെ തന്നെ നമ്മൾ അനുഭവിച്ചറിയണം. നമ്മൾ ഈ പറയുന്ന ക്വാളിറ്റീസ് ഈ ഒരു അവസ്ഥയിൽ ക്രമേണ ഉണ്ടാക്കിയെടുക്കണം. ഒറ്റ ദിവസം കൊണ്ട് നാളെ ഒരു സുപ്രഭാതത്തിൽ സ്വിച്ചിട്ട കാര്യം നടക്കുന്ന കാര്യം. കാരണം നമ്മൾ അനേക ജന്മങ്ങളിൽ ഈ ഞാനും എൻ്റെ വാസനാബലം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ജന്മത്തിൽ ഇപ്പോൾ ഒരു സ്പോട്ട് കൊണ്ട് ഇതൊക്കെ അറിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇതൊന്നും ഇല്ലാതെയാക്കാൻ സാധ്യമല്ല എന്നർത്ഥം. അതിന് വേണ്ടിയിട്ട് ക്രമേണ എന്നാ പറഞ്ഞേക്കണേ ഭഗവാൻ തന്നെ. ക്രമേണ മനസ്സ് ഇതിൽ നിന്ന് നമ്മുടെ ഭാവം മാറിയിട്ടാൽ മാറുടെ മനസ്സ് ശുദ്ധമാകും. മനസ്സ് ശുദ്ധമായാലേ ബുദ്ധി ഒന്നിലുറയ്ക്കൂ, സത്യത്തിലുറയ്ക്കൂ. ആ സത്യത്തെ സാക്ഷാത്കരിക്കുമ്പം ആത്മചൈതന്യം പ്രകാശിക്കും. അവിടെ ഞാനെന്നുള്ള ബോധം ഉണ്ടാക്കി തരുന്നത് എൻ്റെ ആത്മാവാണെന്നുള്ള ബോധം ഉണ്ടായാൽ പിന്നെ എല്ലാവരിലും വർത്തിക്കുന്ന ആത്മാവ് എൻ്റെ ആത്മാവ് തന്നെയാണ് എന്നുള്ള ഭാവത്തിലേക്ക് എത്തും. അവിടെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കൂ. ഇന്ന് നമുക്ക് ഈ 10ാമത്തെ ശ്ലോകത്തോടു കൂടി ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കാം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോ ബ്രാഹ്മണേഭ്യ ശുഭം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
നാരായണായേതി സമർപ്പയാമി. ഓം പീനാംബരം കരവിരാജ ശംഖചക്രം കൗമോദകിം സരസിജങ്കരണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേ സമനിശം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. എല്ലാവർക്കും നമസ്കാരം.